ഇന്ന ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മള് പേപ്പർ വണ്ണിൽ എങ്ങനെ നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് ചെയ്യാന്നുള്ളതാണ്. 80+ എന്നുള്ളത് നമ്മൾ 50 ക്വസ്റ്റ്യൻസിന് 40 ക്വസ്റ്റ്യൻസ് എങ്ങനെ കറക്റ്റ് ചെയ്യാന്നുള്ളതിന്റെ ഒരു ചെറിയൊരു ഡിസ്കഷന്, അധികം വല്ലാതെ നീണ്ടു പോവാത്ത ചെറിയൊരു എങ്ങനെ പ്രിപ്പയർ ചെയ്താലാണ് നമുക്ക് ഒരു 40 ക്വസ്റ്റ്യൻസോളം അറ്റൻഡ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യണത്. അപ്പോൾ അതിൽ ഫസ്റ്റ്ലി മനസ്സിലാക്കേണ്ടത് 40 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് ഈസിലി അല്ല, നമുക്ക് അത്ര പെട്ടെന്ന് സ്കോർ ചെയ്യാൻ പറ്റണമല്ല 40 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ 80 മാർക്ക് എന്നുള്ളത്. അപ്പം ഒരു JRF ഒക്കെ ആഗ്രഹിക്കുന്നവർ അഥവാ JRF വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണ് ഇങ്ങനെ ഫോളോ ചെയ്യേണ്ടത്. നെറ്റ് ആണെങ്കിലും JRF ആണെങ്കിലും ആരാണെങ്കിലും മാക്സിമം മാർക്ക് സ്കോർ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് എല്ലാവരുടെയും ലക്ഷ്യം ഉണ്ടാവുക. പക്ഷെ 40ന്റെ മേലെ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ മാക്സിമം ഒരു JRF ഹോൾഡർക്ക് കിട്ടേണ്ട മാർക്കാണ് 40ന്റെ മുകളിൽ. പ്രത്യേകിച്ച് ജനറൽ കാറ്റഗറി വരുന്നവർ എപ്പോഴും ടാർഗറ്റ് വെക്കേണ്ടത് 40+ ക്വസ്റ്റ്യൻസ് ആണ് റെഡി ആവേണ്ടത്. അല്ലാത്തവർ ഒരു 35 എന്തായാലും മിനിമം എന്ത് ചെയ്യണം, റെഡി ആവണം. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് എങ്ങനെ സ്കോർ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യണത്. ഓക്കെ, ഈ സെഷനിൽ നമ്മളൊന്ന് ജസ്റ്റ് എക്സാമിനൊന്ന് എല്ലാവർക്കും അറിയണമായിരിക്കും, എന്നാലും ഒന്ന് ജസ്റ്റ് പരിചയപ്പെടുത്താം എക്സാമിന്റെ സ്കീം എങ്ങനെയാണ്. പിന്നെ അതേപോലെ തന്നെ സിലബസ് മനസ്സിലാക്കുക, ബിയോണ്ട് ദ സിലബസ്, അതേപോലെ തന്നെ ഡീകോഡിംഗ് ദ PYQ, അതിൻ്റെ എഫക്റ്റീവ് പ്രിപ്പറേഷൻ സ്ട്രാറ്റജി. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യണത്. അപ്പം ഇതിലെ ഫസ്റ്റത്തെ കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് അറിയണത് തന്നെ ആയിരിക്കും, അതങ്ങനെ ഞാൻ അത്ര ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. ബിയോണ്ട് ദ സിലബസും അതേപോലെ തന്നെ ഡീകോഡിംഗ് ദ PYQ എന്നുള്ളത് ഇക്കാര്യം മെയിൻലി നമ്മൾ ഫോക്കസ് ചെയ്യുക. ഫസ്റ്റത്തെ ഒന്ന് ജസ്റ്റ് ഞാൻ പറഞ്ഞിട്ട് പോകട്ടോ. ഓക്കെ, ഫസ്റ്റ് എല്ലാവർക്കും അറിയാം എന്ത് പേപ്പർ 1 പേപ്പർ 2 ഉണ്ട്. അതിലെ പേപ്പർ 1 50 ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. അതേപോലെ തന്നെ അത് ഓരോ ക്വസ്റ്റ്യനും 2 മാർക്കാണ്. അങ്ങനെ ടോട്ടൽ 100 മാർക്കിലാണ് വരുന്നത്. അപ്പം അതിലൊരു 80+ എങ്ങനെ സ്കോർ ചെയ്യാന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യണത്. അപ്പോൾ മെയിൻലി പേപ്പർ 1നെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിൽ എല്ലാവർക്കും അറിയാം എന്ത് മോഡ് ഓഫ് എക്സാമിനേഷൻ എന്നുള്ളത് CBT ആണ്, കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ് നമ്മൾ ഇപ്പം നിലവിലുള്ളത്. അപ്പം ഇനി മാറുമോ എന്നുള്ള അറിയില്ല. കഴിഞ്ഞ ജൂണിലെ എക്സാം OMR ആക്കിയിരുന്നു. അതിനുശേഷം പിന്നെ റീ എക്സാമിൽ വീണ്ടും CBT തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു OMRലേക്ക് പോകാനുള്ള ചാൻസ് കുറവാണ്. CBT ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി സമയം ലാഭിക്കാൻ പറ്റും. പെട്ടെന്ന് തന്നെ ആൻസർ ക്ലിക്ക് ചെയ്യണോണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ആൻസർ ചെയ്യാനും പറ്റും. അതേപോലെ തന്നെ ഒരുപാട് സമയം നമുക്ക് സേവ് ചെയ്യാനും പറ്റും. അപ്പോൾ നിലവിലെ സിറ്റുവേഷനിൽ മോഡ് ഓഫ് എക്സാമിനേഷൻ എന്നുള്ളത് CBT തന്നെയാണ്. OMRലേക്ക് പോകാനുള്ള സാധ്യത കുറവാണ്. പിന്നെ മീഡിയം ഓഫ് ക്വസ്റ്റ്യൻ എല്ലാവർക്കും അറിയാം ഇംഗ്ലീഷ്, ഹിന്ദി എന്നുള്ള ഇക്കാരം നമുക്ക് എപ്പോൾ വേണമെങ്കിലും മാറ്റാൻ പറ്റും. പിന്നെ നമ്മളെല്ലാവരും മലയാളികളായതുകൊണ്ട് ഇംഗ്ലീഷ് തന്നെ ഇക്കാരം ചൂസ് ചെയ്യാം. പിന്നെ ഉള്ളത് ടോട്ടൽ ക്വസ്റ്റ്യൻ 50 ആണ്, ടോട്ടൽ മാർക്ക് 100 ആണ്. അതേപോലെ തന്നെ 50 ക്വസ്റ്റ്യൻസ് ആണ്, 5 ക്വസ്റ്റ്യൻസ് ആണ് ഓരോ യൂണിറ്റിൽ നിന്നും. ഓരോ ക്വസ്റ്റ്യനും 2 മാർക്കാണ്. ഈ 5 ക്വസ്റ്റ്യൻ ആണെന്ന് പറയുമ്പോൾ അതങ്ങനെ എക്സാക്ട്ലി 5 ക്വസ്റ്റ്യൻസ് അല്ല. ഇപ്പം ഡാറ്റയെന്നും അതേപോലെ തന്നെ നമ്മളെ ഈ കോംപ്രഹെൻഷൻ, ഈ 2 യൂണിറ്റിൽ നിന്ന് കറക്റ്റ്ലി 5 ക്വസ്റ്റ്യൻസ് ആണ്. ബാക്കി യൂണിറ്റ്സിൽ വേരിയേഷൻ വരാറുണ്ട്. ചിലപ്പം മാത്സിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടാം, അതേപോലെ തന്നെ റിസർച്ചിൽ നിന്ന് കൂടാം, ചിലപ്പോൾ കമ്മ്യൂണിക്കേഷൻ നിന്ന് കുറയാം, അങ്ങനെ വേരിയേഷൻ വരലുണ്ട്. ഡാറ്റയും അതേപോലെ തന്നെ കോംപ്രഹെൻഷൻ എന്താവും കൃത്യമായിട്ട് 5 ക്വസ്റ്റ്യൻസ് തന്നെ വരാറുണ്ട്. ബാക്കിയുള്ളതിൽ ചെറിയ ചെറിയ വേരിയേഷൻ വരുന്നുണ്ട്, എന്നാലും അധികമൊന്നും വരില്ല. മാക്സിമം പോയാൽ ഒന്നിന് 7 ക്വസ്റ്റ്യനോ 6 ക്വസ്റ്റ്യനൊക്കെ വരുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് മറ്റു യൂണിറ്റ്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് കുറയും, അങ്ങനെയാണ് വരാറ്. പിന്നെ ഡ്യൂറേഷൻ ഓഫ് എക്സാം എന്നുള്ളത് 3 മണിക്കൂറാണ്, അഥവാ 150 മിനിറ്റ്. അപ്പം പേപ്പർ 1നും പേപ്പർ 2നും രണ്ടിനും കൂടിയാണ് എന്ത് ഈ 150 മിനിറ്റ് എന്നുള്ളത്. അപ്പോൾ ഈ 150 മിനിറ്റ് നമ്മൾ എങ്ങനെ പേപ്പർ 1ൽ എത്ര ടൈം എടുക്കണം എന്നുള്ള ഒരു ചോദ്യമുണ്ട്. അപ്പം എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഒന്നും അല്ലാതെയും പറയുമ്പോൾ നമ്മൾ ആദ്യം പേപ്പർ 2 ചെയ്യുക. പേപ്പർ 2 ചെയ്തിട്ടാണ് നമ്മൾ പേപ്പർ 1ലേക്ക് വരേണ്ടത്. പേപ്പർ 2 നമുക്ക് പെട്ടെന്ന് സ്കോർ ചെയ്യാൻ പറ്റും. മീൻസ് നമുക്ക് അധികം സമയം വേണ്ട. കാരണം പേപ്പർ 1ൽ നമുക്ക് മാത്സ് ചെയ്യാണ്ട്, ഡാറ്റ ഒക്കെ ചെയ്യാണ്ട്. അപ്പം 50 ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ പോലും നമുക്ക് 100 ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ട ഒരു സമയം എന്തിനും ആവശ്യമുണ്ട്, ഈ ഒരു പേപ്പർ 1ന് ആവശ്യമുണ്ട്. അപ്പം നമ്മളൊരു 1 മണിക്കൂർ 1.5 മണിക്കൂർ കൊണ്ട് മാക്സിമം നമുക്ക് 1 മണിക്കൂർ കൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, 100 ക്വസ്റ്റ്യൻസ് പേപ്പർ 2ൽ ചെയ്യാൻ പറ്റും. ഏറിപ്പോയ ഒരു 1.25 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 1.5, അതിൻ്റെ 1.5ൻ്റെ അപ്പുറത്തേക്ക് ഒരിക്കലും പേപ്പർ 2 പോവരുത്. അപ്പോൾ ഒരു 1.5 മണിക്കൂർ പേപ്പർ 2നും അതേപോലെ തന്നെ 1.5 മണിക്കൂർ നമുക്ക് പേപ്പർ 1നും കൊടുക്കാൻ പറ്റിയാൽ മതി. അല്ലാതെ നമുക്ക് ഒരിക്കലും 1 മണിക്കൂറോടൊന്നും പേപ്പർ 1 ചെയ്തെടുക്കാൻ കഴിയില്ല, 50 ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ പോലും. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക. ഫസ്റ്റ് എന്ത് ചെയ്യുക, മാക്സിമം പേപ്പർ 2 എന്ത് ചെയ്യുക, അറ്റൻഡ് ചെയ്യുക. കാരണം പേപ്പർ 2 നമ്മൾ ജസ്റ്റ് വായിക്കുന്നു, നമുക്ക് ആൻസർ അറിയെങ്കിൽ അറിയാം, അല്ലെങ്കിൽ അറിയില്ല എന്നുള്ള ആ ഒരു ഇതേക്കാരം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ അറിയുന്നത് പെട്ടെന്ന് സ്കോർ ചെയ്ത് പോകാൻ പറ്റും. 1 മിനിറ്റ് ഒന്നും വേണ്ടി വരില്ല. ജസ്റ്റ് 40 സെക്കൻഡ് 30 സെക്കൻഡ് കൊണ്ടൊക്കെ നമുക്ക് പേപ്പർ 2ൽ ഓരോ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് അറിയാത്ത ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ നമുക്ക് ടൈം വേണ്ടി വരും. അതിന് നമുക്ക് നേരിപ്പോയ 2 മിനിറ്റ് ഒക്കെ വരുള്ളൂ. എന്നാൽ പോലും നമുക്കൊരു 1.25 മണിക്കൂർ കൊണ്ട് ചെയ്യാൻ പറ്റും പേപ്പർ 2 കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ബാക്കി വരുന്ന ഒരു 1.25 മണിക്കൂർ. ഈ 1.25 മണിക്കൂർ ഞാൻ പറയാൻ കാരണം,
നമുക്ക് 40-ലധികം സ്കോർ ചെയ്യണമെങ്കിൽ നമ്മൾ ഡാറ്റ ഒഴിവാക്കാൻ പറ്റൂല, അതേപോലെ തന്നെ മാത്സ് ഒഴിവാക്കാൻ പറ്റൂല. ഇത് രണ്ടും നമുക്ക് ചെയ്യേണ്ടി വരും. അപ്പം അതിന് അത്യാവശ്യം നല്ല സമയം വേണ്ടി വരും. ഡാറ്റൻ്റെ ചിലപ്പം ഈസി ഡാറ്റ ആയിക്കാരം, എന്നാൽ പോലും ഒരു 20 അരമണിക്കൂർ വേണ്ടി വരും. പ്രത്യേകിച്ച് നമ്മൾ മാത്സിൽ അത്ര നമുക്ക് മാത്സ് ചെയ്ത് ചിലപ്പോൾ ആൻസർ വരെ ആയിക്കാരം, പക്ഷെ നമുക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടാവില്ലല്ലോ. നമ്മൾ സോഷ്യൽ സയൻസ് തന്നെ ആയതുകൊണ്ട് അത് നമ്മൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ മാത്സ് പഠിക്കുന്ന കുട്ടീനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ഥിരമായിട്ട് ഇങ്ങനെ ഈ വർക്ക് ചെയ്യണോണ്ട് തന്നെ അവർക്ക് പെട്ടെന്ന് അത് ചെയ്തു പോകാൻ പറ്റും. നമുക്ക് ഈവൻ ആൻസർ അറിയുകയാണെങ്കിൽ പോലും നമുക്ക് 20 അരമണിക്കൂർ എടുക്കും ചിലപ്പം ഡാറ്റ. അത് തന്നെ കുറച്ച് ടഫാണെങ്കിൽ 3/4 മണിക്കൂറിലേക്കൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ ഒരു 1.25 മണിക്കൂറെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, പേപ്പർ 1-ന് കണക്കാക്കണം. അതേപോലെ തന്നെ മാത്സും. ഓക്കെ, പിന്നെ വരുന്നത് നോ നെഗറ്റീവ് മാർക്കിങ്. നിലവിൽ ഇതുവരെ നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല, ഇനിയും വരാൻ ചാൻസ് കുറവാണ്. വരും എന്നൊക്കെ പറയുന്നല്ലാതെ നെഗറ്റീവ് വരാൻ ചാൻസ് കുറവാണ്. നമുക്ക് എന്തായാലും നോക്കാം, നെക്സ്റ്റ് സിലബസ് മാറും എന്നൊക്കെ പറയുന്നുണ്ട്. അതും ഇതുവരെ ചെയ്തിട്ടില്ല. ഇനി എന്തായാലും ഡിസംബറിൽ എന്തായാലും നെഗറ്റീവ് മാർക്കും വരില്ല, അതേപോലെ തന്നെ സിലബസും മാറലുണ്ടാവില്ല. അപ്പം ഇത്രയും കാര്യങ്ങളാണ് എങ്ങനെയാണ് എക്സാമിൻ്റെ ഒരു പാറ്റേൺ എന്നുള്ളതാണ് ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇതെല്ലാവർക്കും അറിയണ തന്നെ ആയിരിക്കും. ഇനി സിലബസ് ആണ്. അപ്പോൾ നമ്മൾ എങ്ങനെ നമുക്ക് കൂടുതൽ സ്കോർ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കൂടുതൽ സ്കോർ ചെയ്യണമെങ്കിൽ ആദ്യം നമുക്ക് എന്ത് ചെയ്യണം, സിലബസിനെ കുറിച്ച് നല്ല ക്ലാരിറ്റി ഉണ്ടാവണം. നല്ല ക്ലാരിറ്റി ഉണ്ടാവണം എന്ന് വെച്ചാൽ നമുക്ക് അധികം എക്സ്ട്രാ പഠിക്കേണ്ടി ഉണ്ടാവും, എന്നാൽ പോലും ഓൾറെഡി നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, UGC നെറ്റ് UGC എന്ത് ചെയ്തിട്ടുണ്ട്, സിലബസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പേപ്പർ 1-ൽ 10 യൂണിറ്റ് ആണ്. ആ 10 യൂണിറ്റിൽ തന്നെ ഓരോ യൂണിറ്റിൻ്റെയും സബ് ടോപ്പിക് അങ്ങനെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം സിലബസ് എന്താണ്, ക്ലിയർ ആണ്. ഇതിന്റെ അർത്ഥം സിലബസ് നിന്ന് മാത്രമാണ് ക്വസ്റ്റ്യൻസ് വരുന്നതെന്നല്ല. സിലബസ് എന്താണ്, നല്ല ക്ലാരിറ്റി കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഇപ്പോൾ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തു പോയിക്കല്ല, എന്താണ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതേപോലെ തന്നെ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിൽ എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളത് പറയുന്നുണ്ട്. അങ്ങനെ ഓരോ യൂണിറ്റ്സിലും അതിന്റെ സബ് ടോപ്പിക് ആയിട്ട് വരുന്നതും കൂടി എന്ത് ചെയ്യുന്നുണ്ട്, UGC നെറ്റിന്റെ ഇതിൽ പറയുന്നുണ്ട്. അപ്പം ആദ്യം നമ്മൾ സിലബസ് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളത് തന്നെയാണ്. ഇപ്പൊ ഈ സിലബസിൽ 10 യൂണിറ്റ്സ് വരുന്നു, ഓരോ യൂണിറ്റ്സിൽ നിന്നും 5 ക്വസ്റ്റ്യൻസ് ആണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞു, ചിലപ്പോൾ വേരിയേഷൻ വരാം. അങ്ങനെ 10 മാർക്ക് വെച്ച് 100 മാർക്കാണ് വരുന്നത്. ഇനി നമ്മൾ ഓരോ യൂണിറ്റ്സിന്റെയും സിലബസ് എടുക്കുക. ഓരോ സിലബസ് എടുക്കുമ്പോഴും ഇത് ഞാനിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് വായിച്ചു പോകണില്ല. ഇത് ഞാൻ ജസ്റ്റ് വായിക്കാൻ കാരണം എന്ന് വെച്ചാൽ ഔട്ട് ഓഫ് സിലബസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിൽ കൊടുത്തത്. അപ്പം ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് വരുന്നത് ടീച്ചിങ് ലേണേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ്, അതേപോലെ തന്നെ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ ടീച്ചിങ് റിലേറ്റഡ് ടു, അത് ഞാൻ മൊത്തത്തിൽ വായിക്കണില്ല. അതേപോലെ തന്നെ മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്, പിന്നെ ടീച്ചിങ് സപ്പോർട്ട് സിസ്റ്റം, ഇവാലുവേഷൻ സിസ്റ്റം, ഇത്രയും കാര്യങ്ങളാണ് ടീച്ചിങ്ങിൽ നമുക്ക് പഠിക്കാൻ സബ് ടോപ്പിക് ആയിട്ട് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ അർത്ഥം ഒരിക്കലും എന്ത് ചെയ്യരുത്, നമ്മൾ ഇതിൽ നിന്ന് മാത്രമാണ് ക്വസ്റ്റ്യൻസ് വരിക എന്ന് മനസ്സിലാക്കരുത്. അപ്പോൾ ഇതിന്റെ അപ്പുറത്തേക്കും ക്വസ്റ്റ്യൻസ് വരും. അപ്പം നമുക്ക് ഇത് നമ്മളടുത്തുള്ള ബേസ് ആണ്. അപ്പോൾ ഇതിൽ പറയുന്ന കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതിൽ ഫസ്റ്റ് ടീച്ചിങ് എന്നുള്ളതിൽ കോൺസെപ്റ്റ് എന്താ, ഞാൻ ഒറ്റൊന്ന് ഉദാഹരണം പറയാം. കോൺസെപ്റ്റ് എന്താന്നുള്ളതിനെ കുറിച്ച് ക്ലാരിറ്റി ഉണ്ടാവുക. അത് രണ്ട് നിലയ്ക്ക് നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്, നമ്മൾ കോൺസെപ്റ്റ് എന്താണ് ടീച്ചിങ് എന്നുള്ളതിന്റെ കോൺസെപ്റ്റ് നമുക്ക് ഒരുപാട് മെറ്റീരിയലും കാര്യങ്ങളിലും പഠിക്കാനുള്ളത് ഉണ്ടാവും, അത് അങ്ങനെ തന്നെ പഠിക്കുക. അതിന് പുറമെ കോൺസെപ്റ്റിന് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടാവും. ആ ബേസ് ചെയ്ത ക്വസ്റ്റ്യൻസിൽ വന്നിട്ടുള്ള ചിലപ്പോൾ 2-3 ഓപ്ഷൻസ് ഒക്കെ തന്നിട്ട് ഇതിൽ ടീച്ചിങ് റിലേറ്റഡ് ആയിട്ട് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ടീച്ചിങ്ങിന്റെ നാച്ചർ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമല്ലോ. അപ്പോൾ അതിൽ വന്നിട്ടുള്ള പോയിന്റ്സ് ഉണ്ടാവും. അതാണ് നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യേണ്ടത്. അങ്ങനെ ഒരു 10 ക്വസ്റ്റ്യൻസിൽ വന്ന ആ പോയിന്റ്സ് മാത്രം എടുത്താൽ തന്നെ നമുക്ക് ടീച്ചിങ് എന്നുള്ള കോൺസെപ്റ്റ് തന്നെ മനസ്സിലാവും. ഇതിനർത്ഥം നമ്മൾ നേരെ പോയിട്ട് PYക്ക് മാത്രം നോക്കണം എന്നല്ല. ആദ്യം നമ്മളൊരു ബേസ് ഉണ്ടാക്കുക. മീൻസ് നിലവിലുള്ള ഇതുവരെ ഒരുപാടായല്ലോ നെറ്റ് എക്സാം നടത്താൻ തുടങ്ങിയിട്ട്. അതിനുശേഷം ഇത് തന്നെയാണ് ഈ സിലബസ് മാറിയെന്ന് തോന്നുന്നത് 2018-ലാണ്. അപ്പോൾ ഈ 18-ന് ശേഷം വന്നിട്ടുള്ളതിനനുസരിച്ച് ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ട്. അപ്പോൾ ആ മെറ്റീരിയൽ അനുസരിച്ച് ആദ്യം പഠിക്കുക. അതിന് പുറമെ ഓരോ സബ് ടോപ്പിക് റിലേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യുക, ഐഡന്റിഫൈ ചെയ്തിട്ട് അത് ആ കോൺസെപ്റ്റ് റിലേറ്റഡ് ആയതാണ് ഈ ക്വസ്റ്റ്യൻ എന്നുള്ളത് മനസ്സിലാക്കുക. അങ്ങനെ ആകുമ്പോൾ വെച്ചാൽ അതിൽ ആ ക്വസ്റ്റ്യനിൽ വന്ന പോയിന്റ് തന്നെ ആയിരിക്കും റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ടാവുക. ചിലപ്പോൾ ക്വസ്റ്റ്യൻ ട്വിസ്റ്റ് ചെയ്യുന്നുണ്ടാവും, പക്ഷേ അതിലെന്തുണ്ടാവും, ആ പോയിന്റ് തന്നെ ഈ കാര്യം റിപ്പീറ്റ് ആയിട്ട് വരുന്നത്. അതേപോലെ തന്നെ ഒബ്ജക്റ്റീവ്സ് എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. ഈ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് 1-2 ഒബ്ജക്റ്റീവ്സ് ഒന്നും ആവില്ല, 10 ഒബ്ജക്റ്റീവ്സ്, ഒരു നമ്പർ ഓഫ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ പറയാൻ പറ്റില്ല. നമ്മൾ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ ആ ടീച്ചിങ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് മനസ്സിലായി കഴിഞ്ഞാൽ അത് റിലേറ്റഡ് ആയിട്ട് നമുക്ക് തോന്നുന്ന പറഞ്ഞാൽ എല്ലാം നമുക്ക് തോന്നുന്നതല്ല, ചിലപ്പോൾ നമുക്ക് തോന്നിയത് തെറ്റായിട്ടൊക്കെ വരാറുണ്ട്. അപ്പം ആ ഒബ്ജക്റ്റീവ്സ് അഥവാ UGC നെറ്റിന്റെ എക്സാമിൽ വന്നിട്ടുള്ള ഒബ്ജക്റ്റീവ്സും കൂടി എടുക്കുക. അപ്പം നമ്മളൊരു 10 ഒബ്ജക്റ്റീവ്സ് നമുക്ക് കിട്ടിയെങ്കിൽ പിന്നെ നമ്മൾ PYക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് എക്സ്ട്രാ ഒരു ഒബ്ജക്റ്റീവ് കൂടി കിട്ടുമ്പോൾ നമ്മളത് എന്ത് ചെയ്യണം, ആ ഒബ്ജക്റ്റീവിലേക്ക് ആഡ് ചെയ്തിട്ട് അങ്ങനെ തന്നെ നോട്ട് പ്രിപ്പയർ ചെയ്ത് പോകണം. അങ്ങനെ എന്ത് ചെയ്യണം, നമ്മൾ പഠിക്കണം. അല്ലാതെ വെറും ഒബ്ജക്റ്റീവ് ഇത്രയാണെന്നുള്ള നമുക്ക് ഒരിക്കലും പഠിക്കാനും പറ്റില്ല. അതേപോലെ തന്നെ ലെവൽസ് ഓഫ് ടീച്ചിങ്, ചിലത് എന്തുണ്ടാവും, ഫാക്ച്വൽ ആയിട്ട് അല്ലെങ്കിൽ സ്റ്റാറ്റിക് ആയിട്ടുള്ള എന്തുണ്ടാവും, ആൻസേഴ്സ് ഉണ്ടാവും. ഇപ്പോൾ ലെവൽസ് ഓഫ് ടീച്ചിങ് എന്നുള്ളത്
പൊതുവെ 3 ലെവലാണ് നമ്മൾ പറയാറുള്ളത്. അതിൽ കൊടുത്തിട്ടും ചെയ്തിട്ടുണ്ട്, മെമ്മറി ലെവൽ, അണ്ടർസ്റ്റാൻഡിങ് ലെവൽ, റിഫ്ലക്റ്റീവ് ലെവൽ എന്നുള്ളത്. അപ്പോൾ ഈ ലെവൽസ് ഓഫ് ടീച്ചിങ് എന്നുള്ളത് അങ്ങനെ തന്നെ ആയിരിക്കും. അതെന്താന്നുള്ളത് അങ്ങനെ തന്നെ പഠിച്ചു പോവുക. അതിൻ്റെ പ്രൊപ്പണൻറ്റ്സ് ആരൊക്കെ എന്നുള്ളത് നോക്കുക. അതേപോലെ തന്നെ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ബേസിക് റിക്വയർമെന്റ് എന്നുള്ളത്. ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ഇപ്പോൾ കോൺസെപ്റ്റും ഒബ്ജക്റ്റീവും ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ അതൊക്കെ തന്നെ ആയിരിക്കും എന്ത് ക്യാരക്ടറിസ്റ്റിക്സ് എന്നുള്ളത്. അപ്പം നമുക്ക് മൊത്തത്തിൽ ടീച്ചിങ് എന്താണെന്നുള്ള ഒരു ഐഡിയ കിട്ടിക്കഴിയും. ഐഡിയ കിട്ടിക്കഴിഞ്ഞാലുള്ള മെച്ചം എന്ന് വെച്ചാൽ പിന്നെ നമ്മൾ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്ത് ഇന്നതൊക്കെയാണ് എന്ത് ടീച്ചിങ്ങിന് റിലേറ്റഡ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതോടൊപ്പം നമുക്ക് കോൺസെപ്റ്റ് മനസ്സിലായി കഴിഞ്ഞാൽ ഈ ടീച്ചിങ് എന്നുള്ളത് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഒരു ഐഡിയൽ ടീച്ചിങ് എന്നുള്ളതാണ് കേട്ടോ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അഥവാ നമ്മൾ ഈ നെറ്റ് എക്സാം എഴുതി കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കാണ് പോകുന്നത്, നമ്മൾ പഠിപ്പിക്കാനാണ് പോകുന്നത്. അപ്പം നമ്മളെ ബിഹേവിയറും കാര്യങ്ങളൊക്കെ എങ്ങനെ ആവണം, അപ്പം നമ്മൾ ടീച്ചിങ് എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് നമ്മൾ പഠിച്ചാനും വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇതിലിങ്ങനെ ഈ ഒരു പോർഷൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിങ്ങനെ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവും, ടീച്ചിങ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും ഈ ഒരു രൂപത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ പിന്നെ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുമ്പോൾ ഇന്ന കാര്യങ്ങളാണ് എന്ത് ടീച്ചിങ് റിലേറ്റഡ് ആയിട്ട് വരുന്നത്. അതേപോലെ തന്നെ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ കഴിയും, ഇന്ന കാര്യങ്ങൾ ടീച്ചിങ് റിലേറ്റഡ് ആയിട്ട് വരാൻ ചാൻസ് ഇല്ല എന്നുള്ളതും കൂടി മനസ്സിലാക്കാൻ കഴിയും. കാരണം കോൺസെപ്റ്റ് മനസ്സിലാക്കിയുള്ള ലാഭം എന്ന് വെച്ചാൽ അത് കൃത്യമായിട്ട് നമുക്ക് ക്ലാരിറ്റി കിട്ടി കഴിഞ്ഞാൽ ടീച്ചിങ് എന്തല്ല എന്നുള്ളതും കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതോടുകൂടി നമുക്ക് എലിമിനേഷൻ മെത്തേഡ് വെച്ചിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവിടെ തന്നെ നമ്മൾ പറഞ്ഞത് 40+ ക്വസ്റ്റ്യൻസ് നമുക്ക് എങ്ങനെ ശരിയാക്കുക എന്നുള്ളതാണ്. ഈ 40+ എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് 40+ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഉറപ്പായിട്ട് ആൻസർ ചെയ്യാൻ പറ്റൂല. അതിലൊരു 30-35 ക്വസ്റ്റ്യൻസ് നമുക്ക് ഉറപ്പിൽ ആൻസർ ചെയ്യാൻ പറ്റും. ബാക്കി ഒരു 10 ക്വസ്റ്റ്യൻസോളം നമ്മൾ പഠിച്ചതിന്റെ ബോധ്യത്തിൽ നമ്മൾ ആൻസർ ചെയ്യണ ഈ കാര്യം അത് കറക്റ്റ് തന്നെ ആയിരിക്കും. പക്ഷെ നമുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉറപ്പുണ്ടാവില്ല. എപ്പോഴും നമ്മൾ ആൻസർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, നമുക്ക് കറക്റ്റ് ഏതാന്ന് തോന്നണതന്നെ നമ്മൾ ചെയ്യണം. ഒരിക്കലും എന്ത് ചെയ്യരുത്, കറക്കി കുത്തി പോകരുത്. നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് കാരണം വെച്ചാൽ നമ്മൾ ഇത്രയും പഠിച്ചു വരുമ്പോൾ നമ്മൾ ചെയ്യണ ക്വസ്റ്റ്യൻസ് ഒരിക്കലും തെറ്റൂല. ഈവൻ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ പോലും നമ്മൾ എലിമിനേഷൻ മെത്തേഡ് വെച്ച് ഇപ്പോൾ 4 എലിമിനേഷൻ മെത്തേഡ് വെച്ചിട്ട് നമ്മൾ 2 എക്സ്ക്ലൂഡ് ചെയ്താലും ബാക്കി 2 വെച്ച് നമുക്ക് കൺഫ്യൂഷൻ വരുമ്പോഴും അവിടെ ഇന്നതാവാനാണ് നമുക്കൊരു തോന്നലുണ്ടെങ്കിൽ അതന്നെ നമ്മൾ ചെയ്യണം. കാരണം നമ്മൾ അത്രയും പഠിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചതിന്റെ ബേസിലാണ് നമുക്ക് ഇങ്ങനെ ഒരു തോന്നൽ വരുന്നത്. അപ്പോൾ ആ ബേസിൽ നമ്മൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അതൊക്കെ ശരിയായിട്ട് തന്നെ വരും. അങ്ങനെ നമുക്കൊരു 40ലേക്ക് എത്താൻ പറ്റുക. അല്ലാതെ നമുക്ക് ഫുള്ളി നമുക്ക് ആ എക്സാം എഴുതുമ്പോൾ തന്നെ 40 ക്വസ്റ്റ്യൻസും ശരിയാണെന്നൊന്നും നമുക്ക് ഉറപ്പിക്കാൻ പറ്റൂല. അപ്പം ആ നിലക്കാണ് വരുന്നത്. അപ്പം ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, സിലബസ് പഠിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ സിലബസ് ഇങ്ങനെ ഓരോന്നും പഠിക്കുക. ഇതിപ്പോൾ ഞാൻ ഒരു ഉദാഹരണം മാത്രം പറഞ്ഞതാണ്. അപ്പോൾ അങ്ങനെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് പഠിക്കുക. അതേപോലെ തന്നെ അങ്ങനെ ഈ ഓരോന്നും പഠിക്കണം. അതിൽ മെൻഷൻ ചെയ്ത ഒന്നും എന്ത് ചെയ്യരുത്, മിസ്സാവരുത്. സിലബസിൽ മെൻഷൻ ചെയ്ത ഒരു കാര്യം എന്ത് ചെയ്യരുത്, നിങ്ങൾ നോട്ട് ചെയ്യുന്നതിലോ അല്ലെങ്കിൽ ഇതിലൊന്നും എന്ത് ചെയ്യരുത്, മിസ്സാവരുത്. പിന്നെ സിലബസ് പഠിക്കുമ്പോൾ എന്ത് ചെയ്യുക, ഷോർട്ട് നോട്ട് ഉണ്ടാക്കുക. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്ത് നോട്ട് ഉണ്ടാക്കുക. ചിലവർ നോട്ട് ഉണ്ടാക്കലില്ല, അത് ഓരോരുത്തരെ ഇതനുസരിച്ച്. കാരണം ഈ നോട്ടിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ റിവിഷൻ ചെയ്യാനാണ്. അല്ലാത്തവർക്ക് വേറെ എന്തെങ്കിലും ഓപ്ഷൻസ് റിവിഷൻ ചെയ്യാനുണ്ടെങ്കിൽ അങ്ങനെയും യൂസ് ചെയ്യുക. നോട്ട് ചെയ്യണമെന്ന് വെച്ചാൽ എങ്ങനെ നോട്ട് ചെയ്യണമെന്ന് വെച്ചാൽ ഭയങ്കര ഷോർട്ടായിട്ട് നോട്ട് ചെയ്യണം. നമ്മൾ ഈ കോൺസെപ്റ്റും കാര്യങ്ങളും ഒന്നായിട്ട് പോയിട്ട് എന്ത് ചെയ്യരുത്, നോട്ട് ചെയ്യരുത്. ഇപ്പോൾ ടീച്ചിങ് എന്താണെന്നുള്ള കോൺസെപ്റ്റ് നമ്മളെ മൈൻഡിലേക്ക് വരാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു 2-3 പോയിന്റ്സ് എന്ത് ചെയ്താൽ മതി, നോട്ട് ചെയ്ത് വെച്ചാൽ മതി. അതിൻ്റെ ബേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ അർത്ഥം എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നല്ല, നമുക്ക് എന്താണ് കോൺസെപ്റ്റൽ ക്വസ്റ്റ്യൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റും. ചിലത് ഫാക്ച്വൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെ ഉണ്ടാവും, അത് അങ്ങനെ തന്നെ പഠിച്ചു പോകണം, അത് അങ്ങനെ തന്നെ നോട്ടും ചെയ്യണം. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പം മാക്സിമം നോട്ട് എന്ത് ചെയ്യുക, ഷോർട്ട് ആക്കിയിട്ട് വെക്കുക. കാരണം ക്വിക്ക് റിവിഷൻ ആണ് എപ്പോഴും നോട്ട് യൂസ് ചെയ്യേണ്ടി വരിക. അല്ലാതെ നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മളെല്ലാ കോൺസെപ്റ്റും കാര്യങ്ങളും അങ്ങനെ തന്നെ എഴുതി പോകേണ്ട ആവശ്യമില്ല. കാരണം അത്രയും ലോങ് ആകുമ്പോൾ പിന്നെ നമുക്ക് റിവിഷൻ ചെയ്യാനുള്ള തോന്നലും ഉണ്ടാവില്ല. കാരണം നമ്മൾ ഒരട്ടം നോക്കിയ സാധനം ഈ കാര്യം അത് നമുക്ക് പിന്നെ ഒന്ന് ക്വിക്ക് റിവൈസ് ചെയ്താൽ തന്നെ മൈൻഡിൽ മൊത്തത്തിൽ കിട്ടും. നമ്മൾ ഈ ഒന്നായിട്ട് നോട്ട് ചെയ്തുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ കംപ്ലീറ്റ് നോട്ട് ചെയ്തുമ്പോൾ നമുക്കത് നോക്കാൻ തന്നെ തോന്നൂല. ചെറുതാവുമ്പോൾ നമ്മൾ നോക്കും ചെയ്യും. അതോടൊപ്പം തന്നെ നമുക്ക് എന്തൊക്കെ നമ്മൾ അതുവരെ പഠിച്ചതെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാനും പറ്റും. അങ്ങനെയാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ സിലബസ് മനസ്സിലാക്കേണ്ടത്, ആ സിലബസ് ബേസിൽ നമ്മൾ നോട്ടും ഉണ്ടാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ഇങ്ങനെ പഠിക്കുക. അതേപോലെ തന്നെ റിസർച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, കോംപ്രഹെൻഷൻ എനിക്ക് തോന്നണേ അങ്ങനെ ആരും നോക്കിയിട്ട് തന്നെ ആവില്ല പോവല്. അത്ര ഈസിലി ആണ് വരല് കോംപ്രഹെൻഷന്. അത് വിചാരിച്ച് തീരെ നോക്കരുത്. എന്തെങ്കിലും 1-2 എന്ത് ചെയ്യുക, പോർഷനെങ്കിലും വായിച്ചു നോക്കിയിട്ട് എന്ത് ചെയ്യുക, സ്പീഡ് കൂട്ടുക. നമ്മൾ വായിക്കണതിൻ്റെയും അതിൻ്റെയൊക്കെ സ്പീഡ് കൂട്ടുക. അല്ലാതെ അതിൽ വന്നത് എന്തായാലും നമുക്ക് കിട്ടും. ടൈം എത്രത്തോളം നമുക്ക് സേവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ കോംപ്രഹെൻഷനൊക്കെ നമുക്ക് നോക്കേണ്ടത്. കാരണം അല്ലാതെ അതിൽ വന്ന ക്വസ്റ്റ്യൻസിൽ നമുക്ക് അത്ര വലിയ പണിയൊന്നും ഉണ്ടാവില്ല. ഭയങ്കര ഈസിലി ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാറ് സാധാരണ. അപ്പോൾ നമ്മൾ കൂടുതൽ വായിച്ച് നമുക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അങ്ങനെ പിക്ക് ചെയ്ത് നമുക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ടൈം എന്ത് ചെയ്യാൻ പറ്റും, സേവ് ചെയ്യാൻ പറ്റും. അതാണ് നമ്മൾ കോംപ്രഹെൻഷനിൽ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ കമ്മ്യൂണിക്കേഷനിലുണ്ട്, അതേപോലെ തന്നെ മാത്തമാറ്റിക്കൽ റീസണിങ്. ഇതിൻ്റെ സിലബസ് ഒന്നും ഞാൻ വായിക്കണില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് വെച്ചുകൊണ്ട് ഒക്കെ പറഞ്ഞതാണ്. പിന്നെ ലോജിക്കൽ റീസണിങ്, അതേപോലെ തന്നെ ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ, ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി, പീപ്പിൾ ഡെവലപ്മെന്റ്, എൻവറോൺമെന്റ്, ഹയർ എഡ്യൂക്കേഷൻ. ഇത്രയും സിലബസിൽ നിങ്ങൾ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. സിലബസ് വളരെ ചെറുതാണ്, അധികം ഒന്നും പഠിക്കാനില്ല. അപ്പോൾ ഹയർ എഡ്യൂക്കേഷൻ ഒക്കെ ആകെ 4-5 ബുള്ളറ്റിനുള്ളൂ.
പിന്നെ അതേപോലെ തന്നെ എന്താണ് പീപ്പിൾ ഡെവലപ്മെന്റ് എൻവയോൺമെന്റ് അത്യാവശ്യം സിലബസിൽ കുറച്ച് പഠിക്കാണ്ട്. ഒന്ന് ഈ യൂണിറ്റ് ആണ് കൂടുതൽ വരുന്നത് കണ്ടന്റ് ബേസിൽ. ഇപ്പം ICT ഒക്കെ ആണെങ്കിൽ നമ്മൾ സിലബസ് നോക്കുകയാണെങ്കിൽ വളരെ കുറഞ്ഞേ നമുക്ക് പഠിക്കാനുള്ളൂ. ആകെ 4 പോയിന്റ്സ് ആണ്. അതിൽ കുറച്ച് പഠിക്കാണ്ടാവും, എന്നാൽ പോലും കുറവാണ് പഠിക്കാനുള്ളത്. ഡാറ്റ ആണെങ്കിൽ ഈ ഇത് നോക്കേണ്ട ആവശ്യമില്ല, സിലബസ് നോക്കേ വേണ്ട. ഡാറ്റന്റെ കേസിൽ നമ്മൾ മെയിൻലി എന്ത് ചെയ്താൽ മതി, നമ്മൾ PYക്ക് മാത്രം ചെയ്തു പോയാൽ മതി. അല്ലാതെ ഇതിന്റെ ബേസിലൊന്നും ക്വസ്റ്റ്യൻസ് വരില്ല. ഡാറ്റ എന്നുള്ളത് ഡാറ്റ കാണുന്നു, അതിന്റെ ബേസിൽ അത് അനലൈസ് ചെയ്ത് നമ്മൾ ആൻസർ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഡാറ്റന്റെ കേസിൽ അതാണ്. പിന്നെ ലോജിക്കൽ റീസണിങ്ങും അത്യാവശ്യം സിലബസ് ബേസിൽ പഠിക്കാണ്ട്, കണ്ടന്റ് ബേസിൽ നമുക്ക് പഠിക്കാണ്ട്. പിന്നെ കമ്മ്യൂണിക്കേഷൻ കുറവാണ്. മാത്തമാറ്റിക്കൽ റീസണിങ് ഇങ്ങനെ കൊടുത്ത് നോക്കണ്ട, ഇതിൽ അത്യാവശ്യം കുഴപ്പമില്ലാതുണ്ട്. ആ ഒരു ബ്രാക്കറ്റ് വായിച്ചു നോക്കിയാൽ മതി. ടൈം ആൻഡ് ഡിസ്റ്റൻസ്, റേഷ്യോ, പ്രൊപ്പോർഷൻ, അതേപോലെ തന്നെ പെർസെൻറ്റേജ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, ഇൻട്രസ്റ്റ് ആൻഡ് ഡിസ്കൗണ്ടിങ്, ആവറേജ്. അപ്പോൾ അത്യാവശ്യത്തിനുണ്ട്. അത് ഇങ്ങനെ കൊടുത്ത് നോക്കണ്ട കേട്ടോ. അപ്പോൾ അതും അത്യാവശ്യം പഠിക്കാനുള്ളതാണ്. കമ്മ്യൂണിക്കേഷൻ കുറവാണ്. അതേപോലെ തന്നെ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡും കുറവാണ് പഠിക്കാനുള്ളത്. പക്ഷേ ഈ സിലബസ് മാത്രം പഠിച്ചു പോയതുകൊണ്ട് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റൂല, 40 ക്വസ്റ്റ്യൻസിന്റെ മേലേക്കൊന്നും ഒരിക്കലും, അഥവാ 80 മാർക്കൊന്നും സ്കോർ ചെയ്യാൻ പറ്റില്ല. നമ്മൾ സിലബസിന്റെ അപ്പുറത്ത് പഠിക്കുക തന്നെ വേണം. പ്രത്യേകിച്ച് നമുക്കറിയാം എന്ത്, ഇപ്പം 2018 സിലബസ് മാറിയത്. അതിന് മുമ്പും സിലബസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് കുറച്ചും കൂടി ആഡ് ചെയ്തിട്ടാണ് ഇപ്പോഴത്തെ സിലബസ് വരുന്നത്. അപ്പോൾ അത്രയും കാലത്തോളം എന്ത് ചെയ്യുന്നുണ്ട്, UGC നെറ്റ് എക്സാം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഇവർ ചോദിച്ച ചോദ്യങ്ങൾ മാക്സിമം കുറക്കാൻ നോക്കും. എന്നാലും ഒരു പരിധി ഉണ്ടാവും, ചോദിച്ചതിന് ആൾക്കാരും ചോദിക്കുന്നുണ്ടാവും. എന്നാൽ പോലും അതിൽ അവരെന്ത് ചെയ്യും, പുതിയ ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യാൻ നോക്കും. അപ്പോൾ സിലബസ് മാറിയിട്ടില്ല. അപ്പോൾ അവരെന്ത് ചെയ്യും, സിലബസിൽ മെൻഷൻ ചെയ്യാത്ത, ഡയറക്റ്റ്ലി മെൻഷൻ ചെയ്യാത്ത, പക്ഷേ ഇൻഡയറക്റ്റ്ലി നമുക്ക് അതിലേക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്ന രൂപത്തിലുള്ള ക്വസ്റ്റ്യൻസും കൂടി അവരെന്ത് ചെയ്യുന്നുണ്ട്, നിലവിലെ ട്രെൻഡിൽ അവരെന്ത് ചെയ്യുന്നുണ്ട്, ആഡ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇപ്പോൾ ഏത് യൂണിറ്റ്സ് എടുക്കുകയാണെങ്കിലും, ഇപ്പോൾ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എടുക്കുകയാണെങ്കിലും, റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് എടുക്കുകയാണെങ്കിലും, കോംപ്രഹെൻഷൻ ഒഴിവാക്കുക. കമ്മ്യൂണിക്കേഷൻ എടുക്കുകയാണെങ്കിലും, മാത്തമാറ്റിക്കൽ റീസണിങ്ങിലും അങ്ങനെ നമുക്ക് ഒരു മാത്തമാറ്റിക്കൽ റീസണിങ് എന്താണോ അത് തന്നെയാണ് ഇപ്പോഴും വരുന്നത്, ആദ്യം വരുന്നത് അങ്ങനെ തന്നെയാണ്. പിന്നെ ലോജിക്കൽ റീസണിങ് ആണെങ്കിലും പുതിയ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ആണെങ്കിൽ ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ICT ആണെങ്കിലും പുതിയ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, അഥവാ സിലബസിൽ മെൻഷൻ ചെയ്യാത്തത്. പീപ്പിൾ ആൻഡ് ഡെവലപ്മെന്റ് എൻവയോൺമെന്റും പുതിയ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഹയർ എഡ്യൂക്കേഷൻ ഏറെക്കുറെ സ്റ്റാറ്റിക് ആയിട്ടുള്ള ഇത് തന്നെയാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് കൂടുതലായിട്ട് അങ്ങനെ ചോദിക്കുന്നത് കുറവാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളിലാണ് എന്താണ് ഈ ഒരു സിലബസിന്റെ അപ്പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ഈ സിലബസിന്റെ അപ്പുറത്തേക്ക് വരുന്ന കാര്യങ്ങൾ നമ്മൾ എങ്ങനെ പഠിക്കണം എന്നുള്ളതാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ബിയോണ്ട് ദ സിലബസ്, സിലബസിന്റെ അപ്പുറത്തേക്ക് എന്നുള്ള, അഥവാ സിലബസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ബട്ട് ഞാൻ ഇതിൽ 2 കേസ് എടുത്തതാണ്, ഒരു ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡും അതേപോലെ തന്നെ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡും. ഈ ഇതിന്റെ സിലബസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇതിന്റെ സിലബസിന്റെ അപ്പുറത്തുനിന്ന് വന്ന ക്വസ്റ്റ്യൻസ് എടുത്തിടാണ്ട് നമുക്ക് ഇതൊന്ന് നോക്കാം. നമുക്കൊന്ന് ഇതിലെങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കിയാൽ, വിച്ച് ഓഫ് ദ ഫോളോവിംഗ് ലെവൽസ് ഓഫ് ടീച്ചിങ് ഇൻവോൾവ്സ് ദ ഹയസ്റ്റ് ഓർഡർ തിങ്കിങ് സ്കിൽസ് എന്നുള്ളത്. ഇതെല്ലാവർക്കും കിട്ടുന്ന ആൻസർ ആയിക്കാരം, ഒരു നിലക്കും ആർക്കും കിട്ടാത്താവില്ല. പഠിച്ചവരെ സംബന്ധിച്ചിടത്തോളം, പഠിക്കാത്തവരല്ല, സിലബസ് പഠിച്ച ഒരു കുട്ടിനെ സംബന്ധിച്ചിടത്തോളം സിംപ്ലി ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ് എന്ത്, ഈ ഒരു ക്വസ്റ്റ്യന്. എല്ലാവരും ഒന്ന് ആൻസർ ചെയ്യോ? സിംപ്ലി ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ് എന്ത്, വിച്ച് ഓഫ് ദ ഫോളോവിംഗ് ലെവൽസ് ഓഫ് ടീച്ചിങ് ഇൻവോൾവ്സ് ദ ഹയസ്റ്റ് ഓർഡർ തിങ്കിങ് സ്കിൽ എന്നുള്ളത്. ഇതൊന്ന് ആൻസർ ചെയ്യോ? സിമ്പിൾ അല്ലേ? സി. അതന്നെ, സി തന്നെയാണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. റിഫ്ലക്റ്റീവ് ലെവലാണ് എന്തിനാ ഹയസ്റ്റ് ഓർഡർ തിങ്കിങ് വരുന്നത്. ഒരു നോർമൽ ആണെങ്കിൽ അണ്ടർസ്റ്റാൻഡിങ്, ലോ ലെവൽ തിങ്കിങ് തോട്ട്ഫുൾ ആണെങ്കിൽ മെമ്മറി ലെവലാണെന്നുള്ളത്. ഇതെല്ലാവർക്കും കിട്ടും. കാരണം എന്താണ്, ഇത് സിലബസിൽ ഡയറക്റ്റ്ലി മെൻഷൻ ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ആണ്. മീൻസ് ഇതിലിപ്പോൾ നമുക്ക് സിലബസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ ലെവൽസ് ഓഫ് ടീച്ചിങ്, മെമ്മറി, അണ്ടർസ്റ്റാൻഡിങ്, റിഫ്ലക്റ്റീവ്, ഇത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വന്നാൽ പഠിച്ചവരെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും കിട്ടും. അപ്പോൾ ഏകദേശം JRF ഫോക്കസ് ചെയ്യണമല്ലോ, എല്ലാവരും പഠിക്കുന്നവർ തന്നെ ഇക്കാരം. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒന്നാണിത്. അപ്പോൾ ഈ സിലബസിന്റെ പുറത്തുനിന്ന് വരുന്നത് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റിയാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, JRFക്ക് എത്താൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ 40+ ക്വസ്റ്റ്യൻസ് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൽ തന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കി, അറേഞ്ച് ദ സ്റ്റേജസ് ഓഫ് ദ പിയാഷെസ് തിയറി ഓഫ് കോഗ്നേറ്റീവ് ഡെവലപ്മെന്റ് ഇൻ അസെൻഡിങ് ഓർഡർ എന്നുള്ളത്. ഇത് ആർക്കെങ്കിലും അറിയണോലുണ്ടെങ്കിൽ ഇതിന്റെ ഓപ്ഷൻസ് പറഞ്ഞാൽ നല്ലതായിരിക്കും. അറിയുന്നവരുണ്ടായ പറഞ്ഞാൽ നല്ലത്, ഇല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് പറയാം. ഒരു ആരും പറയാത്ത സ്ഥിതിക്ക് ഞാൻ തന്നെ പറയാം. അപ്പോൾ ഈ പിയാഷെന്റെ തിയറി അഥവാ ലേണിംഗ് തിയറീസ് പറഞ്ഞിട്ട് ഒരുപാട് തിയറീസ് പറയുന്നുണ്ട്. അഥവാ നമ്മൾ എങ്ങനെയാണ് ഒരു കാര്യത്തെ ലേൺ ചെയ്യണത് എന്നുള്ളതാണ്. അഥവാ അതിന് പല തിയറീസും ഉണ്ട്. പലരും പലതും പറയും, നമ്മൾ സാഹചര്യം അനുസരിച്ചാണ് നമ്മൾ ഓരോ കാര്യങ്ങളും പഠിക്കുന്നത്. അങ്ങനെ പല തിയറീസും ഉണ്ട്. അപ്പം അതിലൊരു തിയറിയാണ് പിയാഷെന്റെ തിയറി എന്നുള്ളത്, കോഗ്നേറ്റീവ് തിയറി എന്നുള്ളത്. അപ്പോൾ അതിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. അപ്പോൾ ഈ ക്വസ്റ്റ്യനില്
ഈ ക്വസ്റ്റ്യൻ എന്താണ് ഇതെന്ത് ചെയ്തിട്ടില്ല, സിലബസിൽ മെൻഷൻ ചെയ്തോ. ലേണിംഗ് തിയറി പറഞ്ഞിട്ട് സിലബസിൽ മെൻഷൻ ചെയ്തിട്ടില്ല. പക്ഷേ ഈ ഇടയായിട്ടുള്ള 2024 23 22 ഒക്കെ ഈ ലാസ്റ്റിക്ക് ഇപ്പൊ ഈ രണ്ട് മൂന്ന് വർഷത്തിന്റെ ഇടയിൽ സ്ഥിരമായിട്ട് ചോദിക്കണ ഒന്നാണ് എന്ത്, ഈ ലേണിംഗ് തിയറി എന്നുള്ളത്. അപ്പം ലേണിംഗ് തിയറി എന്നുള്ള ഒന്നൊന്നല്ല, ഒരുപാട് ലേണിംഗ് തിയറീസ് ഉണ്ടാവും. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് ഏതൊക്കെ പഠിക്കണം എന്നുള്ളത് ഈ കാര്യം കൺഫ്യൂഷൻ ഉണ്ടാവാം. അപ്പൊ അതിൽ അറ്റ്ലീസ്റ്റ് നമ്മൾ പഠിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മളെ ക്വസ്റ്റ്യൻസിൽ വന്ന എല്ലാ തിയറീസും നമ്മൾ പഠിക്കണം. കാരണം എന്ന് വെച്ചാൽ എല്ലാവരും ക്വസ്റ്റ്യൻസിൽ വന്നത് എല്ലാവർക്കും പഠിക്കാനുള്ള ഒരു ഓപ്ഷനാണ്. കാരണം അത്രയും തിയറീസ് അറിയാം. അല്ലാതെ നമുക്ക് ലേണിംഗ് തിയറീസ് ഏതൊക്കെ നോക്കിയിട്ട് മാക്സിമം പഠിക്കാൻ പറ്റുന്നിടത്തോളം നമുക്ക് പഠിക്കാൻ കഴിഞ്ഞാൽ അത്രയും നല്ലത്. ഞാൻ പറഞ്ഞത് അത്രയും ക്ലാരിറ്റി ഇല്ലെങ്കിൽ നമ്മളെ ക്വസ്റ്റ്യൻസിൽ വരുന്ന എല്ലാ തിയറീസും അതിപ്പോൾ നമുക്ക് എന്താവേണ്ട ആവശ്യമില്ല, കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ ആയത് മാത്രം എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, പഠിക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇപ്പൊ ഈ തിയറി നമ്മൾ ഇതിൽ തന്നെ എടുക്കുകയാണെങ്കിൽ ഇപ്പൊ നമുക്ക് ഒരു ഉദാഹരണത്തിന് ഒരു ക്വസ്റ്റ്യനിൽ പിയാഷെന്റെ തിയറി ആൻസർ ആയിട്ട് വരുന്നത്, അഥവാ പിയാഷെ തിയറി ഓഫ് കോഗ്നേറ്റീവ് എന്നുള്ളത് നമുക്കൊരു ആൻസർ ആയിട്ട് വരുന്നതിൽ തന്നെ ബാക്കി 3 തിയറീസും കൂടി കൊടുത്തിട്ടുണ്ടാവും ഓപ്ഷനിൽ. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലേണിംഗ് തിയറീസ് ഏതൊക്കെയാന്നുള്ളത് കിട്ടും. അത് കിട്ടിയിട്ട് ആ തിയറീസ് ഏതൊക്കെയാന്നുള്ളതാണ് നമ്മൾ പഠിക്കേണ്ടത്. ഓക്കെ. അപ്പം ഇപ്പൊ ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ ആൻസർ ആയിട്ട് വരുന്നത് വെച്ചാൽ ഫസ്റ്റ് സെൻസറി മോട്ടർ എന്നുള്ളതാണ്, സി എന്നുള്ളത്. അഥവാ അപ്പൊ സി എന്നുള്ളത് ഫസ്റ്റ് തന്നെ കിട്ടിയാൽ ബി ആണ് ഇതിൽ ഓപ്ഷൻ. സ്വാതി പറഞ്ഞ കറക്റ്റ് ആണ്, എന്ത് ബി ആണ് ഇതിന്റെ ഓപ്ഷൻ. ആദ്യം എന്ത് സെൻസറി മോട്ടർ സ്റ്റേജ്, പിന്നെ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്, പിന്നെ കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്, ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്, ഇങ്ങനെ 4 ഇതായിട്ടാണ് വരുന്നത്. ഇത് നമുക്ക് ഓൾറെഡി പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ യാതൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ഈ ഒരു മെറ്റീരിയലിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു കണ്ടന്റിലേക്ക് നമുക്ക് എത്താൻ പറ്റുന്നതിന്റെ ഒരു ബുദ്ധിമുട്ടാണ് നമുക്ക് ഇത് സ്കോർ ചെയ്യാനുള്ള ബുദ്ധിമുട്ട്. അല്ലാതെ ഇത് വലിയൊരു മാത്സ് പോലെ അല്ലെങ്കിൽ ലോജിക്കൽ റീസണിങ് പോലെ നമ്മൾ ആലോചിച്ചിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ സാധനം നമുക്ക് അഥവാ ഈ ലേണിംഗ് തിയറി നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഈസിലി നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നത് ഈ ക്വസ്റ്റ്യൻ എന്നുള്ളത്. അപ്പം ലേണിംഗ് തിയറീസ് എന്നുള്ളത് എന്താണ്, ന്യൂലി നമ്മൾ ഇപ്പം കണ്ടുവരുന്ന ക്വസ്റ്റ്യൻസിൽ ചോദിക്കുന്ന ഒന്നാണ്. ഇതേപോലെ ഒരുപാട് ഉണ്ടാവും. ഞാൻ ജസ്റ്റ് ഒരു ഉദാഹരണം പറഞ്ഞാണ് ലേണിംഗ് തിയറീസ് എന്നുള്ളത്. അപ്പം നമ്മൾ സിലബസിൽ മെൻഷൻ ചെയ്യാത്ത ഏരിയാസ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ PYQ ചെയ്യുമ്പോൾ അതിന് നോട്ട് ചെയ്യുക. എന്നിട്ട് അത് കൃത്യമായിട്ട് തന്നെ എന്ത് ചെയ്യുക, അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കുക. സിലബസിന് അല്ല, ക്വസ്റ്റ്യനിൽ വന്ന ഒരു കാര്യവും നമ്മൾ എന്ത് ചെയ്യരുത്, മിസ്സായി പോവരുത്. കാരണം ആ സിലബസിൽ വന്നത് മാക്സിമം നോക്കാൻ ചാൻസ് ഉള്ള, അതിന്റെ അപ്പുറത്തേക്കും നോക്കില്ല എന്നല്ല, സിലബസിൽ വന്നത് എന്ത് ചെയ്യും, എല്ലാവരും നോക്കും. അഥവാ അത്യാവശ്യം JRF പ്രിപ്പയർ ചെയ്യുന്നവരൊക്കെ എന്ത് ചെയ്യും, സിലബസിൽ വന്നത് എന്ത് ചെയ്യും, കൃത്യമായിട്ട് തന്നെ നോക്കും. ഓക്കെ, ഞാൻ പറയുന്നത് ക്ലിയർ അല്ലേ? എനിക്കിവിടെ ഇന്റർനെറ്റ് കണക്ഷൻ ലോ എന്ന് കാണിക്കുന്നുണ്ട്. പറയുന്നത് ക്ലിയർ അല്ലേ? ആരെങ്കിലും ഒന്ന് ചാറ്റിൽ. ഓക്കെ ഓക്കെ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഇതാണ് വരുന്നത്. ഇതിന്റെ ആൻസർ ഞാൻ ജസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഞാൻ കണ്ടന്റിലേക്ക് അധികം പോണില്ല. ഞാൻ എങ്ങനെയാണ് ക്വസ്റ്റ്യനെ എടുക്കേണ്ടത് എന്നുള്ളതാണ് കേട്ടോ പറയുന്നത്. ഇതിൽ കൊടുത്തിട്ടുണ്ട് എന്ത്, പിയാഷെന്റെ കോഗ്നേറ്റീവ് ഡെവലപ്മെന്റിന്റെ ആ ഒരു സ്റ്റേജസ് ഇതിൽ കണ്ടന്റ് കറക്റ്റ് പറയുന്നുണ്ട്. അപ്പോൾ സെൻസറി മോട്ടർ ആണ്, അതേ പ്രീ ഓപ്പറേഷനിൽ, കോൺക്രീറ്റ് ഓപ്പറേഷനിൽ, ഫോർമൽ ഓപ്പറേഷൻ. ഇത് നമുക്ക് പഠിക്കാൻ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അറ്റൻഡ് ചെയ്യുന്നതിന് ഒരു ബുദ്ധിമുട്ടില്ല, എല്ലാവർക്കും സിമ്പിൾ ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഇതിൽ തന്നെ പല ക്വസ്റ്റ്യൻസും സെൻസറി മോട്ടറിന്റെ ആ ഒരു ഏജ് ഏതാന്നുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ആദ്യത്തെ സ്റ്റെപ്പ് ഏതാണെന്ന് അഥവാ ആദ്യത്തെ സ്റ്റേജ് ഏതാണെന്നുള്ളത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. അപ്പൊ ഇത്തരം കണ്ടന്റിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളതാണ് നമ്മൾ ഈ സിലബസ് അല്ലാത്തതെന്ന് നോക്കേണ്ടത്. അപ്പം ഇത് ഒരൊറ്റ ലേണിംഗ് തിയറിന്റെ ഉദാഹരണമാണ് ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ ഒരുപാട് ലേണിംഗ് തിയറീസ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ലേണിംഗ് തിയറീസ് ഒക്കെ നോക്കുക. ഇനി ലേണിംഗ് തിയറീസ് മാത്രമല്ല ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ വരുന്നത്, അതല്ലാത്തതും എന്ത് ചെയ്യുന്നുണ്ട്, സിലബസിന്റെ പുറത്തുനിന്ന് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഏരിയാസ് എന്ത് ചെയ്യുക, ഐഡന്റിഫൈ ചെയ്തിട്ട് കൃത്യമായിട്ട് തന്നെ അത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കണം. കാരണം ഇപ്പോൾ ഈ ഒരൊറ്റ ചോദ്യത്തിൽ നമ്മൾ ഈ പിയാഷെന്റെ കോഗ്നേറ്റീവ് ഡെവലപ്മെന്റ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഇതിൽ റിലേറ്റഡ് ആയിട്ട് ആദ്യത്തെ സ്റ്റേജ് ഏതാണെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഈസിലി ആൻസർ ചെയ്യാൻ പറ്റും, സെൻസറി മോട്ടർ ആണെന്നുള്ളത്. പിന്നെ ഇപ്പം ചോദിച്ച ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ലാസ്റ്റ് സ്റ്റേജ് ഏതാ നോക്കുമ്പോൾ ഫോർമൽ ഓപ്പറേഷൻ ആണെന്നുള്ള ആ ആൻസർ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ ഇതിലെ കണ്ടന്റ് എന്താണെന്നുള്ളത്, ഇപ്പോൾ സെൻസറി മോട്ടർ ആണെങ്കിൽ നമ്മൾ സെൻസ് വെച്ചിട്ടാണ് ആ 1 വയസ്സ് മുതൽ 2 വയസ്സ് വരെ നമ്മളെ സെൻസിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ലേൺ ചെയ്യുന്നത്. നമ്മളൊരു കാര്യത്തെ മനസ്സിലാക്കണം, അല്ലെങ്കിൽ നമ്മളെ കോഗ്നേറ്റീവിന്റെ നമ്മൾ ഒരു സാധനത്തെ മനസ്സിലാക്കി എടുക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്, നമ്മളെ സെൻസ് എക്സ്പീരിയൻസിലൂടെയാണ്. അപ്പൊ അങ്ങനെ ഓരോ കണ്ടന്റും ചോദിക്കുക, എന്താണ് സെൻസറി മോട്ടർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിലേക്ക് ചോദിക്കുക. അല്ലെങ്കിൽ സെൻസിലൂടെ ഉള്ള അണ്ടർസ്റ്റാൻഡിങ് അതിന് നമ്മൾ എന്താണ് പറയാന്നുള്ളത്. അപ്പൊ സെൻസറി മോട്ടറാണ് ആൻസർ വരിക. അപ്പോൾ ആ ഒരു തിയറി പഠിക്കലോടുകൂടി നമുക്ക് ഒരുപാട് കണ്ടന്റിലേക്ക് എത്തും. ഇത് ഞാനൊരു ഉദാഹരണം പറയുകയാണ്. ഇപ്പൊ സെൻസറി മോട്ടറിന്റെ ഒക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ സിലബസിന്റെ പുറത്തുള്ളത് പഠിക്കേണ്ടത്. ഇപ്പൊ ഞാൻ പറഞ്ഞത് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിലാണ്. അതേപോലെ തന്നെ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് എടുക്കുകയാണെങ്കിൽ പോലും റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് എന്നാണ് നമ്മൾ മെയിൻലി നോക്കേണ്ടത്. റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് എന്നുള്ളത് വളരെ കുറഞ്ഞൊരു ഇത് പറഞ്ഞിട്ടേ ഉള്ളൂ. പക്ഷേ ഇതിൽ നിന്ന് ഭയങ്കര ഡെപ്തിൽ ക്വസ്റ്റ്യൻസ് ഈ ഈടായിട്ടൊക്കെ നല്ല വരുന്നുണ്ട്. ആദ്യമൊന്നും അത്ര ഡെപ്തിൽ വരില്ല, പക്ഷേ ഇപ്പം നല്ല ഡെപ്തിൽ വരുന്നുണ്ട്. പ്രത്യേകിച്ച് സ്റ്റെപ്സ് ഓഫ് റിസർച്ചിൽ ഡാറ്റ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പോൾ അതും നല്ല പഠിക്കണം. അതിൻ്റെ ഒരു എക്സാമ്പിൾ കൂടി ഞാൻ പറയാം.
In APA style of referencing for a journal of article, which of the following could come in the end എന്നുള്ളത്. എൻഡിൽ അവസാനം അഥവാ നമുക്കറിയാം എന്ത് നമ്മളൊരു റിസർച്ച് ചെയ്യുമ്പോൾ നമുക്ക് റെഫറൻസസ് ഉണ്ടാവും. ആ റെഫറൻസസിന്റെ സ്റ്റൈൽ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത്, ഏത് രൂപത്തിൽ നമ്മൾ അതിനെ അറേഞ്ച് ചെയ്യേണ്ടത് എന്നുള്ളതുണ്ട്. അപ്പോൾ ഇതിന് ഒരുപാട് ഫോർമാറ്റ് ഉണ്ട്. ഇപ്പോൾ APA ഉണ്ട്, MLA ഉണ്ട്, ഓക്സ്ഫോർഡ് ഉണ്ട്, ചിക്കാഗോ ഉണ്ട്, അങ്ങനെ ഒരുപാടുണ്ട്, ഹാർവാർഡ് ഉണ്ട്, അങ്ങനെ ഒരുപാട് എന്തുണ്ട് സ്റ്റൈലുണ്ട് റെഫറൻസിന്. അപ്പം അതിൽ APAന്റെ സ്റ്റൈൽ ഏതാന്നുള്ളതാണ്. ഇതിൽ ആൻസർ ഏതാണ്? സിമ്പിൾ ആയിക്കാരം, എല്ലാവർക്കും അറിയണ തന്നെ ആയിരിക്കും. എല്ലാവരും ഒന്ന് പെട്ടെന്ന് പറയട്ടോ. ഡി ആണ്. DOI അഥവാ ഡിജിറ്റൽ ഒബ്ജക്റ്റീവ് ഐഡന്റിഫയർ എന്നാണ് തോന്നുന്നത് അതിന്റെ ഫുള്ള്. അതാണ് എന്ത് ലാസ്റ്റ് വരുന്നത്. അഥവാ നമ്മൾ ആദ്യം ഓതറെ പേര് കൊടുക്കും, പിന്നെ എന്താണ് ഇയർ കൊടുക്കും, പിന്നെ ജേണലിന്റെ ടൈറ്റിൽ കൊടുക്കും, പിന്നെ ജേണലിന്റെ പേര് കൊടുക്കും, പിന്നെ നമ്മൾ എന്ത് ചെയ്യും, ഇത് കൊടുക്കും, എന്ത് DOI പറഞ്ഞിട്ട്. അഥവാ ഓരോ ആർട്ടിക്കിളിനും ഒന്നുണ്ടാവും, ഒരു ലിങ്ക് ഉണ്ടാവും, അല്ലെങ്കിൽ അതിനെ ആ ഒരു ആർട്ടിക്കിളിലേക്ക് എത്താൻ പറ്റുന്ന ഒരു അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു സ്പെസിഫിക് ലിങ്ക് ഉണ്ടാവും. അതാണ് ഈ DOI പറഞ്ഞത്. നിങ്ങൾക്ക് ഏതെങ്കിലും ആർട്ടിക്കിളൊക്കെ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും എന്ത് അതിൽ DOI ഒക്കെ ഉണ്ടാവും. അത് അങ്ങനെ തന്നെ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് പിന്നെ മറക്കൂല. അതാണ് എല്ലാ റെഫറൻസിന്റെയും താഴെ ഉണ്ടാകുക. എനിക്കൊന്നും ഓക്സ്ഫോർഡിലോ ഏതിലോ ഒന്നിൽ മാത്രമാണ് വ്യത്യാസം വരുന്നത്. ബാക്കി എല്ലാ APA ആണെങ്കിലും MLA ആണെങ്കിലും എല്ലാ സ്റ്റൈലിലും എന്താണ് DOI ആണ് എന്തിന് ലാസ്റ്റ് വരുന്നത്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ എന്നുള്ളത് ഡയറക്റ്റ് ആണ്. ഇത് നമുക്ക് അധികം ചിന്തിക്കേണ്ട ആവശ്യമില്ല. പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈസിലി ചെയ്യാൻ പറ്റും. കാരണം ഇതിലെന്ത് പറയുന്നുണ്ട്, തിസിസ് ആൻഡ് ആർട്ടിക്കിൾ റൈറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് ഫോർമാറ്റ് ആൻഡ് സ്റ്റൈൽ ഓഫ് റെഫറൻസിങ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ എന്ത് ചെയ്യാൻ പറ്റും, കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിൽ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ നോക്കി, ദ സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഹാസ് മീൻ ഈക്വൽ ടു. സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ അതിൽ മീനിന്റെ സ്കോർ എത്ര ഇക്കാരം എന്നുള്ളതാണ് ചോദിക്കുന്നത്. മീൻ എത്രയായിട്ട് ഈക്വൽ ഇക്കാരം എന്നുള്ളത് ഇതാർക്കെങ്കിലും അറിയോ? ആ അപ്പൊ ഇതിൽ സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്താന്ന് മനസ്സിലാവണം, അഥവാ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്താന്ന് മനസ്സിലാവണം. ഈ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളത് ഡയറക്ട്ലി, അല്ലെങ്കിൽ അത് എന്താണ് ഡയറക്ട്ലി നമ്മൾ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിന്റെ ആ ഒരു ടോപ്പിക്കിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന്റെ ഇപ്പൊ സ്റ്റെപ്സ് ഓഫ് റിസർച്ചിൽ നമുക്ക് അതിന് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. കാരണം ഡാറ്റ റിലേറ്റഡ് ആയിട്ട് വരുന്നതാണ് എന്ത് ഈ സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളത്. അഥവാ നമുക്ക് കിട്ടുന്ന ഡാറ്റനെ നമ്മൾ എങ്ങനെ അനലൈസ് ചെയ്യണം എന്നുള്ളത്. അപ്പൊ അനലൈസ് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ ഗ്രാഫിലേക്ക് എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്യും. അപ്പം വരുന്ന ഒരു രൂപമാണ് എന്ത് സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളത്. അപ്പം അത് ഈ സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ മീനും മോഡും അതേപോലെ തന്നെ മീഡിയവും ഒക്കെ എന്ത് ചെയ്യിക്കാരം ഈക്വൽ ആയിക്കാരം. ഇതിപ്പോ നിങ്ങൾക്ക് കണ്ടന്റ് ഈ സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ള ഇപ്പം പറഞ്ഞാൽ അത് തിരിയൂല, അത് ഒരുപാട് പറയാണ്ട് അത്യാവശ്യത്തിന് നല്ല ഡെപ്തിലുള്ള ഒരു ഒന്നാണ്. ഇപ്പൊ ഈ സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ നിങ്ങൾ ഒരിട്ടം പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മാക്സിമം എന്ത് ചെയ്യാൻ പറ്റും, ഇത് റിലേറ്റഡ് ആയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഒന്നൊന്നല്ല, നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ മതി, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ റിലേറ്റഡ് ആയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്താണ്, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്നുള്ളതൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇവിടെ ഇതിന്റെ ആൻസർ വരുന്നത് 0 ആണ്. അഥവാ സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ മീനും മോഡും മീഡിയം ഒക്കെ 0 തന്നെ ഇക്കാരം. അപ്പം അതിന്റെ സ്കോർ എന്നുള്ളത്, അപ്പൊ അർത്ഥത്തിൽ സ്കോർ എന്താണ് 0 ആണ്. അപ്പൊ ആ ഒരു കണ്ടന്റിലേക്ക് എത്തുക എന്നുള്ളതാണ് ബിയോണ്ട് സിലബസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ്. അപ്പൊ നമ്മൾ ഈ ഒരു ഇത് പഠിച്ചു കഴിഞ്ഞാൽ, അഥവാ നമ്മൾ PYQ ചെയ്യുമ്പോൾ നമ്മൾ കാണുന്ന ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, ഡയറക്റ്റ് എടുക്കുക. അപ്പോൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്നുള്ളത് നോക്കിയിട്ട് അതെന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് അതിന് എങ്ങനെയാണ് അത് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസിനും ആൻസർ ചെയ്യാൻ പറ്റുന്ന രൂപത്തിലേക്ക് നമ്മൾ ഈ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ പഠിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ വെരിഫൈ ചെയ്യുക. ഇതാണ് എന്ത് ചെയ്യേണ്ടത്, ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ സിലബസിന്റെ പുറത്തുള്ള കാര്യങ്ങൾ പഠിക്കുക. ചിലത് സിലബസിൽ ഇൻഡയറക്ട്ലി പറഞ്ഞതേ കാര്യം. ഇപ്പൊ സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളതൊക്കെ ഇൻഡയറക്ട്ലി നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റെപ്സ് ഓഫ് റിസർച്ചിൽ പറയാൻ പറ്റുന്നതാണ്. അപ്പം ആ അർത്ഥത്തിൽ എന്ത് ചെയ്യുക, ഇതിനൊക്കെ പഠിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഇതാണ് സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ ആ ഒരു ഗ്രാഫിക്കൽ പ്രസന്റേഷൻ എന്നുള്ളത്. അതിൽ കണ്ടില്ലേ, മോഡ് മീഡിയം മീന് 0ലാണ് വരുന്നത്. ഇത് ഞാൻ പറയണില്ല, അഥവാ നമുക്ക് കിട്ടിയ ഒരു ഡാറ്റിനെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ, ഇങ്ങനെ ഗ്രാഫിക്കലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ അതിന്റെ ഒരു രൂപ ഇക്കാരം ഇതെങ്ങനെ വരുന്നത് വെച്ചാൽ നമുക്ക് ആവറേജ് കഴിക്കാനും കൂടുതൽ ഉണ്ടാവുക. അത് ഞാനിപ്പോൾ അധികം ഇതിലെ ഡെപ്തിലേക്ക് പോകണില്ല, കാരണം അത് ഒരുപാട് പറയാനുണ്ട്. ഒരുപാട് പറഞ്ഞാൽ അതിൻ്റെ ഒരു കോൺസെപ്റ്റൽ ക്ലാരിറ്റി കിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ പോണില്ല. ഞാൻ ജസ്റ്റ് ഈ ഫോട്ടോ കൊടുത്തത് വെച്ചാൽ ഇവിടെ കണ്ടില്ലേ, മോഡ് മീഡിയം അതേപോലെ തന്നെ മീൻ എന്നുള്ളത് 0 എന്നുള്ള പോയിന്റിലാണ്. അപ്പം ഇങ്ങനെയാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ പഠിക്കേണ്ടത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ടത് വെച്ചാൽ PYQ എങ്ങനെയാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞു എന്ത്
PYQ നോക്കണം. അഥവാ നമ്മൾ സിലബസ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം, PYQ കൃത്യമായിട്ട് നോക്കണം. അല്ലെങ്കിൽ സിലബസ് നോക്കുന്നതോട് കൂടി തന്നെ നമുക്ക് പാരലലായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, PYQ നോക്കാൻ പറ്റും. അങ്ങനെ അത് നോക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് PYQ നോക്കേണ്ടത് എന്നുള്ളതാണ്. ഫസ്റ്റിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ PYQ എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മൾ എത്ര സിലബസ് പഠിച്ചിട്ടോ എത്ര കണ്ടന്റ് പഠിച്ച് പോയിട്ടോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആൻസർ ചെയ്യാൻ പറ്റില്ല. കാരണം ക്വസ്റ്റ്യൻ ആയിട്ട് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. ഒരിക്കലും നമ്മൾ കണ്ടന്റ് പഠിച്ചുകൊണ്ട് നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. അത് ഓൾറെഡി കൺവേർട്ട് ചെയ്തതാണ് നമുക്ക് PYQ ആയിട്ട് വരുന്നത്. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് മനസ്സിലാക്കുക. പ്രത്യേകിച്ച് ഒരു 5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് നോക്കാൻ പറ്റിയാൽ, പേപ്പർ 1ന്റെ 5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാൻ കഴിഞ്ഞാൽ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല സ്കോർ ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് 40ന് മേലൊക്കെ സിമ്പിൾ ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ പ്രധാനമായിട്ട് നമ്മൾ ഇവിടുന്ന് തുടങ്ങുക. എങ്ങനെ, 2024 ഫസ്റ്റ് നോക്കുക, 23 പിന്നെ നോക്കുക, 22 നോക്കുക. 22 വരെയൊക്കെ നോക്കിയാൽ തന്നെ നമുക്ക് ഏകദേശം സ്കോർ ചെയ്യാൻ പറ്റും. അതന്നെ ഡിഫറൻറ്റ് സബ്ജക്റ്റിന്റെ ഉണ്ടാവും. ഇപ്പം നമുക്ക് പേപ്പർ 1 ഉണ്ട്, എല്ലാവർക്കും പേപ്പർ 1 ഉണ്ടല്ലോ. പക്ഷെ എല്ലാവരും ക്വസ്റ്റ്യൻ ഒരേപോലെ അല്ല. അപ്പൊ നമ്മളെ പേപ്പറിന്റെ ക്വസ്റ്റ്യൻ പോലെ അല്ല എന്ത് സോഷ്യോളജിക്കാരെ പേപ്പർ 1ന്റെ ക്വസ്റ്റ്യൻ. സിലബസ് സെയിം ആണെങ്കിൽ പോലും ക്വസ്റ്റ്യൻസ് എന്താണ് ഡിഫറെന്റ് ആണല്ലോ. കാരണം അവർക്ക് വേറെ ദിവസങ്ങളിലാണ് എക്സാം നടക്കല്. ഹിസ്റ്ററിന്റെ പേപ്പർ ഉണ്ടാവും, അതേപോലെ തന്നെ എക്കണോമിക്സിന്റെ പേപ്പർ ഉണ്ടാവും. എല്ലാ സബ്ജക്റ്റിന്റെയും എന്തുണ്ടാവും, പേപ്പർ 1 ഉണ്ടാവും. ആ പേപ്പർ 1 എല്ലാം എടുക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ഒരു കോൺസെപ്റ്റിൽ തന്നെ ഒരു സബ്ജക്റ്റിൽ തന്നെ നമുക്ക് ഡിഫറെന്റ് ക്വസ്റ്റ്യൻസ് കിട്ടും. ഇപ്പൊ നമുക്ക് ടീച്ചിങ് എന്നുള്ളതിനെ എടുത്താൽ തന്നെ ടീച്ചിങ്ങിൽ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടാനും കഴിയും. അതേപോലെ തന്നെ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സിലബസ് അല്ലാത്ത ഏരിയാസും കൂടി നമുക്ക് കവർ ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ നോക്കേണ്ടത് വെച്ചാൽ ഞാൻ 5 വർഷം എന്ന് കൊടുത്തത് അത് നോക്കാൻ പറ്റിയ അത്രയും നല്ലത്. കാരണം ഈ ഡിഫറെന്റ് സബ്ജക്റ്റ് പറയുമ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇപ്പൊ നമുക്ക് പൊളിറ്റിക്സ്, എക്കണോമിക്സ്, സോഷ്യോളജി, ഹിസ്റ്ററി ഇങ്ങനത്തെ സബ്ജക്റ്റ് തന്നെ നമുക്ക് എടുത്താൽ തന്നെ അത്യാവശ്യമായി. പിന്നെ നമ്മളെ പൊളിറ്റിക്കൽ സയൻസ് അല്ലാതെ പൊളിറ്റിക്സ് IRന്റെ വരുന്നുണ്ടല്ലോ. അങ്ങനെ ഒരുപാട് അതല്ലാത്ത ഒരുപാട് സബ്ജക്റ്റ് ഉണ്ടല്ലോ. അതിന്റെ ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുമ്പോൾ തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ആയി. അതിലൊരു 2-3 വർഷത്തെ നമുക്ക് നോക്കാൻ പറ്റിയാൽ അത്രയും നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. 5 വർഷത്തെ മാക്സിമം ഒരു 5 ഒക്കെ നമുക്ക് നോക്കാൻ പറ്റിയാൽ അത്രയല്ലേ, എത്രയും ക്വസ്റ്റ്യൻസ് നോക്കാൻ പറ്റുമോ അത്രത്തോളം നോക്കുക എന്നുള്ളത് തന്നെയാണ്. ഞാൻ ജസ്റ്റ് ഒരു 5 വർഷം എന്നുള്ളൊരു കൊടുത്തെന്നുള്ളൂ. അപ്പം ഡിഫറെന്റ് സബ്ജക്റ്റിൽ തന്നെ നോക്കണം. നമ്മൾ ഒരേ സബ്ജക്റ്റ് നോക്കി പോയാൽ പോരാ. ഡിഫറെന്റ് സബ്ജക്റ്റിന് നോക്കുമ്പോൾ നമുക്ക് ഒരേ കോൺസെപ്റ്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിഫറെന്റ് ക്വസ്റ്റ്യൻസ് കിട്ടും എന്നുള്ളതാണ്. അപ്പൊ തന്നെ നമ്മൾ എന്താവും, ആ സിലബസ് കവർ ചെയ്ത് കഴിയും. പിന്നെ രണ്ടാമത് പ്രധാനപ്പെട്ടായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ അവോയ്ഡിങ് മിസ്റ്റേക്കിംഗ് ക്വസ്റ്റ്യൻസ് ഓൾറെഡി മാർക്കഡ് ഇൻകറക്റ്റ്ലി എന്നുള്ളത്. നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആരും റെഡി ആവില്ല. ഇവൻ നമ്മൾ എത്ര സിലബസ് നോക്കിയിട്ട് വന്നിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ നമ്മൾ ഇപ്പോൾ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്നുള്ള സിലബസ് നമ്മൾ കംപ്ലീറ്റ്ലി പഠിച്ച് വന്ന് ആ സിലബസ് ഒക്കെ നോക്കി മാക്സിമം അത്യാവശ്യം നോക്കാൻ പറ്റുന്നതിന്റെ മാക്സിമം നമ്മൾ നോക്കി വന്നിട്ട് ടീച്ചിങ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മൊത്തം നമുക്ക് ചെയ്യാൻ പറ്റില്ല. കുറച്ചൊക്കെ ചെയ്യാൻ പറ്റിയ കാര്യം ഇപ്പോൾ ഒരു 5 ക്വസ്റ്റ്യനിൽ 2-3 ക്വസ്റ്റ്യൻസ് മാക്സിമം പോയാൽ 3 ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. 2 ക്വസ്റ്റ്യൻസ് എന്തായാലും തെറ്റും. അപ്പോൾ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് തെറ്റിയ ക്വസ്റ്റ്യൻസ് നമ്മൾ കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. എന്നിട്ട് നോട്ട് ചെയ്തിട്ട് അത് കൃത്യമായിട്ട് അപ്പം തന്നെ പഠിക്കുക. അതാണ് നമ്മൾ അതിൽ ചെയ്യേണ്ടത്. കാരണം നമ്മൾ ചെയ്തിട്ട് തെറ്റിയൊരു ക്വസ്റ്റ്യൻസ് പിന്നെയും തെറ്റരുത്. അത് അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഒരറ്റം ചെയ്തിട്ട് തെറ്റിയ ക്വസ്റ്റ്യൻസ് വീണ്ടും തെറ്റുണ്ടെന്ന് തെറ്റിയാൽ അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ നമ്മൾ പരീക്ഷയ്ക്ക് പോകുമ്പോൾ അത് തെറ്റാനുള്ള സാധ്യത ഉണ്ട്. ഇനി ഇൻ കേസ് വീണ്ടും തെറ്റിയാലും ഒരു രണ്ടാമത്തെ അറ്റംപ്റ്റിലും കൂടി അത് പിന്നെയും തെറ്റുന്ന ഒരു അവസ്ഥ ഉണ്ടായത്. അത്രത്തോളം നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ചു പോകണം. ജസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കുക, അതിന്റെ ആൻസർ ഇന്നതാണ് എന്നുള്ള രൂപത്തിൽ മനസ്സിലാക്കിയാൽ പോരാ. എന്താണോ ക്വസ്റ്റ്യന്, ആ ക്വസ്റ്റ്യന് എന്തായാലും നമ്മൾ തെറ്റി നമ്മൾ ആൻസർ ചെയ്യണത് എങ്ങനെയാണ്, നമുക്ക് ഏറ്റവും ശരിയായി തോന്നുന്നതാണല്ലോ നമ്മൾ ആൻസർ ചെയ്യണത്. അത് നോക്കുമ്പോൾ ശരിയല്ല NTA സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ കറക്റ്റ്ലി അതെന്തല്ല ശരിയല്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താ, നമ്മൾ മനസ്സിലാക്കിയ നമ്മളെ ബോധ്യത്തിൽ നിന്ന് നമ്മൾ എഴുതിയത് എന്താണ്, തെറ്റാണ് എന്നാണല്ലോ. അപ്പൊ അതിനൊരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ആൻസർ ഉണ്ടാവും. അപ്പൊ അത് എന്തുകൊണ്ട് കറക്റ്റ് ആയി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. അപ്പൊ നമ്മൾ ഓൾറെഡി തെറ്റാൻ മനസ്സിലാക്കി വെച്ച കാര്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കവർ ചെയ്തിട്ട് എന്തുകൊണ്ട് അത് ശരിയായി എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അത് തെറ്റൂല. അപ്പൊ അതാണ് അതിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ അടുത്ത് തെറ്റിയ ക്വസ്റ്റ്യൻസ് വീണ്ടും തെറ്റുന്ന അവസ്ഥ ഉണ്ടാവരുത്. നമ്മളൊരു ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിലൊരു ക്വസ്റ്റ്യൻ നമ്മൾ ഇതിൽ നിന്ന് തെറ്റി, നമ്മൾ ഏത് ടെസ്റ്റ് ആണെങ്കിലും, ഈവൻ ഡെയിലി ടെസ്റ്റ് ആണെങ്കിലും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കാണുകയാണെങ്കിലും ആ ക്വസ്റ്റ്യൻ തെറ്റുന്നത് തെറ്റല്ല, ഫസ്റ്റ് ഒന്ന് തെറ്റണമെന്നൊരു പ്രശ്നമല്ല. നമ്മളത് വീണ്ടും തെറ്റിക്കുമ്പോൾ എന്ത് ചെയ്യണം, അത് നമുക്ക് ഇനി എക്സാമിന് വന്നാലും അത് തെറ്റാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അതുകൊണ്ട് തെറ്റിയ ക്വസ്റ്റ്യൻസ് ഒരിക്കലും തെറ്റുന്ന അവസ്ഥ ഉണ്ടാവരുത് എന്നുള്ളത്. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യമാണ് എന്ത്, അണ്ടർസ്റ്റാൻഡ് ദ കറക്റ്റ് ഓപ്ഷൻ ആൻഡ് 3 ഇൻകറക്റ്റ് ഓപ്ഷൻ എന്നുള്ളത്. ഇപ്പൊ നമ്മളൊരു ക്വസ്റ്റ്യൻസ് എടുക്കുകയാണെങ്കിൽ, നമ്മളൊരു ക്വസ്റ്റ്യൻ എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ എടുത്ത് നോക്കിയാൽ മതി. ഞാനൊരു ഉദാഹരണം കൊടുത്താണ്. ആൻ എപ്പിസ്റ്റോമോളജിക്കൽ പൊസിഷൻ ദാറ്റ് അഡ്വക്കേറ്റ്സ് ദ ആപ്ലിക്കേഷൻ ഓഫ് ദ മെത്തേഡ്സ് ഓഫ് നാച്ചുറൽ സയൻസ് ടു ദ സ്റ്റഡി ഓഫ് സോഷ്യൽ റിയാലിറ്റി ആൻഡ് ബിയോണ്ട് എന്നുള്ളത്. ഇപ്പം ഇതിലെ ആൻസർ വരുന്നത് വെച്ചാൽ നമ്മൾ സയൻസ് അഥവാ സയൻസ് പറഞ്ഞാൽ നാച്ചുറൽ സയൻസ് ആണല്ലോ, ഫിസിക്സ്, കെമിസ്ട്രി, ഇതൊക്കെയാണ് എന്ത് നാച്ചുറൽ സയൻസ് വരുന്നത്. ഇതിന്റെ മെത്തേഡ്, ഇത് പഠിക്കാൻ ഉപയോഗിക്കുന്ന മെത്തേഡ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഇതിൽ റിസർച്ച് നടത്താൻ എടുക്കുന്ന മെത്തഡോളജി നമ്മൾ എന്ത് ചെയ്യണം, സോഷ്യൽ സയൻസിലും കൊണ്ടുവരണം എന്നുള്ളത്, അല്ലെങ്കിൽ സോഷ്യൽ റിയാലിറ്റിയിലേക്കും കൊണ്ടുവരണം എന്ന് പറയുന്ന എപ്പിസ്റ്റോമോളജിക്കൽ പൊസിഷൻ ഏതാണെന്നുള്ളതാണ് ചോദ്യം. ഇതിന്റെ ആൻസർ എന്താണ്, പോസിറ്റിവിസം എന്നുള്ളതാണ് ആൻസർ. അപ്പം ഓക്കെ, അത് ഓക്കെയാണ്. എന്ത് നമുക്ക് ഇനി ഇൻ കേസ് നമുക്ക് അറിയില്ലെങ്കിൽ പോലും നമ്മൾ പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്ത് പോസിറ്റിവിസം ആണെന്ന്. പക്ഷെ നമ്മൾ അതോടുകൂടി നിർത്തരുത്. ഇതാണ് ഈ കറക്റ്റ് നമുക്ക് എന്താണ്
ഇതിൽ വന്നതാണ് സിലബസ് എടുത്ത് നോക്കിയാൽ മതി മനസ്സിലാവുന്നത്. നമുക്ക് റിസർച്ചിന്റെ സിലബസ് ഒന്ന് എടുത്ത് നോക്കിയാൽ മനസ്സിലാവുന്നത്. ഇവിടെ കറക്റ്റ് പറയുന്നുണ്ട് പോസിറ്റീവിസം ആൻഡ് പോസിറ്റീവിസം എന്താന്നുള്ളത് സിലബസിൽ തന്നെ മെൻഷൻ ചെയ്യണ്ടേ. അപ്പോൾ ഓൾറെഡി നമ്മളിത് പഠിച്ചത് തന്നെ ആയിരിക്കും എന്താണ് പോസിറ്റീവിസം എന്താന്ന് പഠിക്കില്ല, കാരണം നമ്മൾ സിലബസ് കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. ആ ഒറ്റ അത് പോസിറ്റീവ്സ് ആണെന്ന് പറഞ്ഞിട്ട് നമുക്ക് ആൻസർ കിട്ടിയല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പോവരുത്. ബാക്കി വരുന്ന 3 ഓപ്ഷൻസ് നമ്മൾ എന്ത് ചെയ്യണം, അതും കൂടി നമ്മൾ പഠിക്കണം. ഇത് എല്ലാ ക്വസ്റ്റ്യനും ബാധകമാണ് കേട്ടോ. ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ എക്സാമ്പിൾ ആയിട്ട് പറയണേ. ബാക്കി ഇന്റർപ്രറ്റേഴ്സ് ഒന്ന് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആ പോസിറ്റീവ്സ് വെച്ച് എന്തോ ഒരു കണക്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സും കൺസ്ട്രക്റ്റീവ്സ് എന്നാണ് അതുണ്ട്. അങ്ങനെ അതൊക്കെ എന്തുണ്ട്, അതൊക്കെ പരസ്പരം കണക്റ്റഡ് ആണ്. അപ്പൊ ആ കണക്ഷനും കൂടി നമ്മൾ പഠിക്കണം. അപ്പൊ വെറുതെ കൊടുത്തതല്ല ഇന്റർപ്രറ്റേഴ്സ് എന്നുള്ളത്, അതേപോലെ തന്നെ ഒബ്ജക്റ്റീവ്സും അതേപോലെ തന്നെ കൺസ്ട്രക്റ്റീവ്സും എന്നുള്ളത് അതും ഇത് റിലേറ്റഡ് ആയിട്ട് വരുന്നതാണ്. അപ്പൊ നമ്മൾ വെറും നമുക്ക് പോസിറ്റീവ്സും കിട്ടിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ ക്വസ്റ്റ്യൻ നമ്മൾ പിന്നെ ഒഴിവാക്കരുത്. നമ്മൾ എന്ത് ചെയ്യണം, ബാക്കി വരുന്ന 3 ഓപ്ഷൻസും എന്ത് ചെയ്യുക, ക്ലിയർ ആയിട്ട് നോക്കുക. അപ്പൊ ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എടുത്ത് നോക്കിയാൽ മനസ്സിലാവുന്നത്, an ontological position which assert that the social phenomena and their meaning are continually being accomplished by the social which actors refers to എന്നുള്ളത്. അഥവാ നമ്മൾ എന്ത് ചെയ്യണം, വെറും എന്ത് ചെയ്യരുത്, നമ്മൾ നാച്ചുറൽ സയൻസിൻ്റെ അത് മാത്രമല്ല, നമ്മൾ എന്ത് ചെയ്യണം, കാര്യങ്ങൾ എന്ത് ചെയ്യണം, സോഷ്യൽ സർക്കംസ്റ്റാൻസസിന്റെ ബേസിലാണ് മനസ്സിലാക്കേണ്ടത് എന്നുള്ളത് ഏതാണ് പറയണത് എന്നുള്ളതാണ് ഇതിൽ ചോദ്യം ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഇന്റർപ്രറ്റീസ് ആണ്. ഇന്റർപ്രറ്റീസത്തിലാണ് എന്ത് ചെയ്യണത്, ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ എന്ത് ചെയ്യുക, പോസിറ്റീവ്സ് പറഞ്ഞാൽ എന്താ വെച്ചാൽ നാച്ചുറൽ സയൻസിന്റെ മെത്തേഡ്സ് യൂസ് ചെയ്യണം എന്നുള്ളത്. അഥവാ കറക്റ്റ് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവിലാണ് എല്ലതും മെഷർ ചെയ്യേണ്ടത്. എല്ലാത്തും നമുക്ക് ട്രൂത്ത് ആയിട്ട് അല്ലെങ്കിൽ റിയാലിറ്റി ആയിട്ട് പറയാൻ പറ്റൂല. നമ്മളൊരു നോളജ് ആവണമെങ്കിൽ എന്താവണം, അതിന് നമ്മൾ സയൻസിന്റെ മെത്തേഡിലൂടെ കണ്ടെത്തിയാൽ മാത്രമാണ്, എംപെരിക്കലായിട്ട് നമ്മൾ സ്റ്റഡി നടത്തിയാൽ മാത്രമാണ് അത് റിയാലിറ്റി ആയിട്ട് മാറുള്ളൂ എന്നുള്ളതാണ്, അല്ലെങ്കിൽ ശരി എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. പക്ഷെ ഇന്റർപ്രിറ്റേഷൻ പറയുന്നത് അങ്ങനെയല്ല. നമുക്ക് ശരികൾ വെറും എന്ത് ചെയ്യാൻ പറ്റില്ല, ഒറ്റ വഴിയിലൂടെ മാത്രമല്ല ശരി, നമുക്ക് സോഷ്യലി കൺസ്ട്രക്ട് ചെയ്യപ്പെടുന്ന ഒരു സാധനമാണ് എന്ത് ഈ ഒരു ഇത്. അഥവാ നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, റിയാലിറ്റിനെ മനസ്സിലാക്കുന്നത്. അല്ലാതെ യഥാർത്ഥത്തിൽ ഒരു ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള റിയാലിറ്റി ഇല്ല. അങ്ങനെ ഒരു റിയാലിറ്റി ഇല്ല. എന്താണ്, റിയാലിറ്റികളൊക്കെ എന്താണ്, മൾട്ടിപ്പിൾ ആണ്. അതെന്താണ്, സോഷ്യലി കൺസ്ട്രക്ട് ചെയ്യപ്പെടുന്നതാണ് എന്നുള്ള. സോഷ്യലി കൺസ്ട്രക്ട് ചെയ്യപ്പെടുക പറഞ്ഞാൽ നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യുന്നതിലൂടെയാണ്. എൻ്റെ റിയാലിറ്റി എന്ന് പറഞ്ഞാൽ ഞാനൊരു കാര്യത്തിന് എങ്ങനെയാണോ ഇന്റർപ്രറ്റ് ചെയ്യുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് സോഷ്യൽ റിയാലിറ്റി രൂപപ്പെടുന്നത് എന്നുള്ളതാണ് ഇന്റർപ്രിറ്റേഷൻ പറഞ്ഞത്. അപ്പം അതാണ് അതിന്റെ ആൻസർ വരുന്നത്. ഓൾറെഡി നമ്മൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മൾ പോസിറ്റീവ്സം ആണ് പറഞ്ഞു പോയിട്ട് നമ്മളത് മാത്രം നോക്കി പോയെങ്കിൽ നമുക്ക് ഒരിക്കലും ഇന്റർപ്രിറ്റേഷൻ എന്നുള്ള എന്താ മനസ്സിലാവില്ല. അതിന് പകരം നമ്മൾ ആ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ തന്നെ അതിന്റെ 3 ഓപ്ഷൻസ് കൂടി നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഈസിലി എന്ത് ചെയ്യാൻ പറ്റും, ഈ ഇന്റർപ്രിറ്റേഷൻ എന്താന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ക്വസ്റ്റ്യൻസിനെ നമ്മൾ ഡീകോഡ് ചെയ്തെടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇത് മാത്രമല്ല, ഒബ്ജക്റ്റീവ്സ് എന്താന്നുള്ളതും അതേപോലെ തന്നെ കൺസ്ട്രക്ഷനിസം എന്നുള്ളതിൽ, കൺസ്ട്രക്റ്റീവ്സ് എന്നല്ല കൺസ്ട്രക്ഷനിസം എന്നുള്ളതാണ്, അതെന്താന്നുള്ളതൊക്കെ എന്ത് ചെയ്യുക, അതിന്റെ ഓരോന്നും എന്താന്നുള്ളത് മനസ്സിലാക്കുക. ഇത് ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രമല്ല, എല്ലാ ക്വസ്റ്റ്യനിലും അങ്ങനെ എന്തെങ്കിലും കണക്ഷൻസ് ഉണ്ടാവും, ചിലത് ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനത്തെ എന്ത് ചെയ്യുക, കണക്ട് ചെയ്യണമൊക്കെ മാക്സിമം കണക്ട് ചെയ്തിട്ട് നോട്ട് ചെയ്തിട്ട് തന്നെ വെക്കുക. ഓക്കെ, ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് ഔട്ട് ഓഫ് സിലബസ് പോകുന്നതാണ്. ഇപ്പം ഈ പോസിറ്റീവ്സം മാത്രമാണ് എന്ത് ചെയ്യണത്, എന്തിൽ വരുന്നത്, ഈ നമ്മളെ സിലബസിൽ വരുന്നത്. അതിന് കൗണ്ടർ ആയിട്ടാണ് ഈ ഇന്റർപ്രിറ്റേഷൻ വരുന്നത്. അപ്പോൾ ഇന്റർപ്രിറ്റേഷൻ നമ്മൾ എന്ത് ചെയ്യണം, അങ്ങനെ പഠിച്ചിട്ട് തന്നെ പോകണം എന്നുള്ളത്. ഓക്കെ, ഇനി പറയാനുള്ളത് ഇത്രയാണ് ബേസിക്കലി പറയാനുള്ളത്. ഇങ്ങനെ നമ്മൾ പ്രിപ്പയർ ചെയ്താൽ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഇനി പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ഇത് ഞാൻ പറഞ്ഞ് ഇതാക്കണില്ല, ഇതെല്ലാവർക്കും അറിയണതിനായിരിക്കും. സ്റ്റാർട്ടിൽ ഏർലി എന്നുള്ളത് നമുക്ക് എത്രത്തോളം നേരത്തെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നേരത്തെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. അത് പറയാന്ന് വെച്ചാൽ കണ്ടന്റ് നമ്മൾ പഠിക്കാൻ തുടങ്ങുമ്പോഴാണ് എന്ത് ചെയ്യുക, എത്രത്തോളം പഠിക്കാണ്ടെന്ന് മനസ്സിലാവുക. നമ്മൾ പഠിക്കാതെ വെക്കുമ്പോൾ നമുക്ക് ഒന്നും വിഷയമാവില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ തീർക്കാൻ പറ്റുന്നുള്ളത്. പ്രത്യേകിച്ച് സിലബസ് കൂടി നമ്മൾ നോക്കുമ്പോൾ ഭയങ്കര ചെറിയ സിലബസ് ആണല്ലോ എന്നുള്ളതിലേക്കാണ് നമുക്ക് തോന്നുക. പക്ഷെ നമ്മൾ പഠിക്കാൻ തുടങ്ങുമ്പോഴാണ് മനസ്സിലാവുന്നത് ഒരുപാട് പഠിക്കാണ്ട് എന്നുള്ളത്. അപ്പൊ നമുക്ക് എത്രത്തോളം നേരത്തെ പ്രിപ്പയർ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നേരത്തെ പ്രിപ്പയർ ചെയ്യുക. അതിൻ്റെ അർത്ഥം ഇപ്പോൾ ഡിസംബറിലെ എക്സാം ഇനി 1-2 മാസം കഴിഞ്ഞിട്ടാണ് വിചാരിച്ചിട്ട് ഞാൻ വളരെ വൈകിപ്പോയി എന്ന് നമ്മൾ വിചാരിക്കേണ്ട ആവശ്യമില്ല. ഏർലി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമുക്ക് എത്രയും പെട്ടെന്ന് തുടങ്ങാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ തുടങ്ങുക എന്നുള്ളതാണ്. നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, ഇതിങ്ങനെ മാറ്റി വെച്ച് പോവരുത്. നമുക്ക് നാളെ തുടങ്ങാം, മറ്റന്നാൾ തുടങ്ങാം, അല്ലെങ്കിൽ എക്സാം കഴിഞ്ഞിട്ട് തുടങ്ങാം, അങ്ങനെ വിചാരിക്കരുത്. നമ്മൾ അത് കോൺസ്റ്റന്റ് ആയിട്ട് പോവുക, മീൻസ് കണ്ടിന്യൂസ്ലി കൺസിസ്റ്റന്റ് ആയിട്ട് തന്നെ പോവുക. ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, ബ്രേക്ക് എടുക്കരുത്. ബ്രേക്ക് എടുത്തു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് അത് ട്രാക്കിലേക്ക് വരിക എന്നുള്ള ഭയങ്കര ബുദ്ധിമുട്ടേക്കാരം. ആ ഒരു ബ്രേക്കിലേക്കാരം പിന്നെ നമ്മൾ രണ്ടാമത് തുടങ്ങാൻ ഇന്ന് കഴിഞ്ഞോട്ടെ നാളെ കഴിഞ്ഞോട്ടെ എന്നുള്ള ഒരു തോന്നൽ നമുക്ക് വരിക.
അപ്പോൾ നമ്മൾ ബ്രേക്ക് വരാതെ നമ്മൾ ഈ പ്രിപ്പറേഷൻ്റെ തോത് ഇപ്പം നമുക്ക് എക്സാം ഒക്കെ വരികയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ തോത് അതിൻ്റെ ഒരു സമയം നമുക്ക് വേണമെങ്കിൽ കുറക്കാം. പക്ഷെ നമ്മൾ കംപ്ലീറ്റ്ലി എന്ത് ചെയ്യരുത്, പ്രിപ്പറേഷൻ മാറിക്കരുത് എന്നുള്ളതാണ്. അപ്പം മാക്സിമം നമുക്ക് എത്രത്തോളം പെട്ടെന്ന് തുടങ്ങാൻ പറ്റുമോ അത്രത്തോളം തുടങ്ങാം, അത്രത്തോളം സമയം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം സമയം നമ്മൾ സ്പെൻഡ് ചെയ്യാന്നുള്ളത്. പിന്നെ കംപ്ലീറ്റ് സിലബസ് എന്ത് ചെയ്യുക നോക്കുക എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. പിന്നെ അതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ത്, ഡോണ്ട് സ്കിപ്പ് എനി യൂണിറ്റ്സ് എന്നുള്ളത്. ഇതിൽ പ്രധാനമായിട്ട് പറയാനുള്ളതെന്ന് വെച്ചാൽ പലരും സ്കിപ്പ് ചെയ്യണതാണ്. നമുക്ക് അറിയണത്തോളം നമ്മൾ അന്വേഷിച്ചപ്പോൾ പലരും സ്കിപ്പ് ചെയ്യണ ഒന്നാണ് ഡാറ്റ. അത് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. ഡാറ്റ കാണുമ്പോൾ തന്നെ നമുക്ക് സ്കിപ്പ് ചെയ്യാനുള്ളൊരു തോന്നൽ വരും. പക്ഷെ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, ഡാറ്റ സ്കിപ്പ് ചെയ്യരുത്. അത് ഞാൻ പറയാൻ കാരണം വെച്ചാൽ ഡാറ്റ എന്നല്ല, മാത്സ്, ലോജിക്കൽ റീസണിങ് ഇങ്ങനത്തെ ടോപ്പിക്സ് ആണ് പലരും സ്കിപ്പ് ചെയ്യാറ്. അപ്പം സ്കിപ്പ് ചെയ്താൽ ഒരിക്കലും നമുക്ക് 40 മേലെ ക്വസ്റ്റ്യൻസ് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. 40ൻ്റെ മേലെ നമ്മൾ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യണമെങ്കിൽ 10 യൂണിറ്റ്സിന് നമ്മൾ ഒരേപോലെ ഇമ്പോർട്ടൻസ് കൊടുക്കണം. അതിൽ തന്നെ നമ്മൾ വീക്ക് ആയിട്ടുള്ളത്, പ്രത്യേകിച്ച് ഡാറ്റ ഒക്കെ കേൾക്കാൻ പലർക്കും അത് ഓരോരുത്തർക്കനുസരിച്ചായിരിക്കും. എന്നാൽ പോലും ഏതാണോ വീക്ക് ഏരിയാസ് അതിൽ നമ്മൾ കുറച്ചും കൂടി നല്ല എഫേർട്ട് ഇട്ട് തന്നെ അത് നല്ല അടിപൊളിയായിട്ട് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലേക്ക് നമ്മൾ മാറ്റണം. അപ്പോൾ ഈ സ്കിപ്പ് ചെയ്താൽ, ഇപ്പോൾ ഡാറ്റ ഉണ്ട് സ്കിപ്പ് ചെയ്താൽ പിന്നെ 45 ക്വസ്റ്റ്യൻസ് ഉള്ളത്. ഈ 45 ക്വസ്റ്റ്യൻസിൽ നിന്ന് 40 ശരിയാക്കുക എന്ന് പറഞ്ഞാൽ ഒക്കെ ഇമ്പോസിബിൾ ആണ്. അത്രയും സാധ്യത വളരെ കുറവാണ്, വളരെ കുറവാണ്. അതേപോലെ തന്നെ മാത്സ് ഒഴിവാക്കിയാൽ എന്നുള്ളത്. അന്ന് മാത്രമല്ല, നമ്മൾ സ്കിപ്പ് ചെയ്യുമ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പോൾ ഡാറ്റ നമ്മൾ നല്ല പഠിച്ചു പോയിട്ടുണ്ടാവും. നമ്മൾ നല്ല പഠിച്ചു പോയിട്ട് ഇപ്പം ഭൂരിഭാഗം ആൾക്കാരും പഠിച്ചു പോകണ തന്നെ ഇക്കാരം ചെയ്തൊക്കെ നോക്കിയിട്ടുണ്ടാവും. പക്ഷെ അവിടെ എത്തുമ്പോൾ എന്ത് ചെയ്യും, സ്കിപ്പ് ചെയ്യണവരുണ്ട്. അങ്ങനെ ചെയ്യരുത്. കാരണം വെച്ചാൽ ചിലപ്പോൾ ഒരു ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ഇക്കാര്യം സ്കിപ്പ് ചെയ്യണ്ടാവും. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നല്ല ടഫിലാണ്ട് വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഡാറ്റ മൊത്തത്തിൽ സ്കിപ്പ് ചെയ്തിട്ട് മൊത്തം കറക്കി കുത്താനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നോക്കും. അപ്പോൾ അതിൽ ചെയ്യേണ്ടത് വെച്ചാൽ ഇൻ കേസ് നിങ്ങൾക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ കിട്ടുന്നെങ്കിൽ നിങ്ങൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻസിലേക്ക് വരിക. കാരണം ചിലപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻസ് ഭയങ്കര ഈസി ആയിക്കാരം, മൂന്നാമത്തെ ക്വസ്റ്റ്യൻസ് ഈസി ആയിക്കാരം, നാലാമത്തെ ക്വസ്റ്റ്യൻസ് ഈസി ആയിക്കാരം, അതേപോലെ തന്നെ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻസ് ഈസി ആയിക്കാരം. ഈ ഒരൊറ്റ ക്വസ്റ്റ്യൻ കൊണ്ട് നമുക്ക് പോയത് പറഞ്ഞാൽ 4 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻസ് മാത്രം എന്ത് ചെയ്യരുത്, നോക്കി പോരല്ലേ. പലരും ഒന്നാമത്തെ ക്വസ്റ്റ്യൻസ് നോക്കും, അത് ടഫാണെന്നുണ്ടാ ഡാറ്റ ഒഴിവാക്കും. അപ്പം എന്ത് ചെയ്യാന്ന് വെച്ചാൽ എല്ലാ ക്വസ്റ്റ്യൻസും വായിച്ചു നോക്കണം. ചിലതിൽ ചിലപ്പം ഡിഫറൻസ് മാത്രം എടുത്ത് എഴുതാനൊക്കെ ഉണ്ടാവുള്ളൂ. ഡാറ്റയിൽ രണ്ട് ഇത് തമ്മിലുള്ള ഡിഫറൻസ് എത്ര എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ നമുക്ക് ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ടഫ്നെസ് കണ്ടുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ മൊത്തത്തിൽ ഒഴിവാക്കും. അങ്ങനെ ഒഴിവാക്കരുത് എന്നുള്ളതാണ്. പിന്നെ മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, വരും വേണം. ഇനിയിപ്പം ഇൻ കേസ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ടഫ് ആണെങ്കിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഫസ്റ്റ് ക്വസ്റ്റ്യൻ മാറ്റി വെച്ചിട്ട് ബാക്കി ചെയ്തിട്ട് പിന്നെ ഇതിലേക്ക് വന്നാൽ മതി. എന്ത് ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻസിലേക്ക്. കാരണം ടൈം സ്പെൻഡ് ആവുക എന്നുള്ളതൊക്കെ കാരണം ഒരുപാട് ആൾക്കാരെ കൺസേൺ എന്നുള്ളത്. അപ്പം ഒരു യൂണിറ്റും എന്ത് ചെയ്യരുത്, സ്കിപ്പ് ചെയ്യരുത്. ഇനി മാത്സ് ആണെങ്കിലും എന്ത് ചെയ്യരുത്, ഒരു യൂണിറ്റും സ്കിപ്പ് ചെയ്യരുത്. ലോജിക്കൽ റീസണിങ് ഇത്ര ടഫില്ല. കമ്പാരിറ്റീവ്ലി ഞാൻ എൻ്റെ ഇതിൽ പറയുകയാണെങ്കിൽ ലോജിക്കൽ റീസണിങ് നമുക്ക് പഠിച്ചാൽ സ്കോർ ചെയ്യാൻ മാത്രമേ ഉള്ളൂ. ഇപ്പം ടൈപ്സ് ഓഫ് അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് നോക്കിയാൽ തന്നെ നമുക്ക് ഈസിലി സ്കോർ ചെയ്യാൻ പറ്റും. ഏകദേശം 4-5 തന്നെ സ്കോർ ചെയ്യാൻ പറ്റും. ഈ 3 ടോപ്പിക്കിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഡാറ്റയും അതേപോലെ തന്നെ മാത്സും അതേപോലെ തന്നെ ലോജിക്കും ഇത് നല്ല രൂപത്തിൽ നമ്മൾ പഠിച്ചു പോകണമെങ്കിൽ നമുക്ക് 15-15 സ്കോർ ചെയ്യാൻ പറ്റും. ചിലപ്പോൾ 1-2 ക്വസ്റ്റ്യൻസ് പോയാൽ പോലും നമുക്ക് ഈസിലി സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ നമുക്ക് കോംപ്രഹെൻഷനും ഈ ഇതും എന്ത് ചെയ്യാൻ പറ്റും, ഫുള്ള് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതെന്ത് ചെയ്യാം, നമ്മൾ ഇത് ടഫാണെന്ന് വിചാരിച്ച് മാറ്റി നിർത്തരുത്. പിന്നെ നമുക്ക് എന്നല്ല എല്ലാവർക്കും ടഫുള്ള യൂണിറ്റും കൂടി ആണിത്. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി അതിൽ പഠിച്ചാൽ അത് നമുക്ക് അഡ്വാൻറ്റേജ് ആണ് കൂടി മനസ്സിലാക്കുക കേട്ടോ. പിന്നെ മേക്ക് ദ ഷോർട്ട് നോട്ട്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞ് അതിനെക്കുറിച്ച് ഇനി ഡീറ്റെയിൽ ആയിട്ട് പറയണില്ല. ഗോ ത്രൂ ദ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്നുള്ളത് അതും നമ്മൾ പറഞ്ഞതാണ്. പിന്നെ ക്രിയേറ്റ് യുവർ ഓൺ സ്ട്രാറ്റജിക് അപ്രോച്ച് ടു MCQ എന്നുള്ളത് അതൊരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എല്ലാവരും ഒരു ക്വസ്റ്റ്യനെ അപ്രോച്ച് ചെയ്യണ ഒരേപോലെ ആവില്ല. ഡിഫറെൻറ്റ് അപ്രോച്ചസിലേക്ക് കാരണം ചിലവർക്ക് ഭയങ്കര ഈസിലി എലിമിനേഷൻ മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റുന്നവരുണ്ടാവും. കണ്ടന്റ് അധികം പഠിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും അഥവാ ബൈഹാർട്ട് രൂപത്തിൽ പഠിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പോലും അവർക്ക് ക്വിക്ലി എന്ത് ചെയ്യാൻ പറ്റും, ചില കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിനെ എലിമിനേറ്റ് ചെയ്ത് പോകാൻ പറ്റും. അങ്ങനെ പല ടൈപ്പിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്വസ്റ്റ്യന് എന്ത് ചെയ്യാൻ പറ്റും, അപ്രോച്ച് ചെയ്യാൻ പറ്റും. അത് നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നമ്മൾ എന്ത് ചെയ്യുക, നിരന്തരം പ്രാക്ടീസ് ടെസ്റ്റ് ചെയ്യുക. പ്രത്യേകിച്ച് നമ്മൾ ഡിജിറ്റലായിട്ട് തന്നെ ചെയ്യാൻ നോക്കുക. അപ്പോൾ നമ്മൾ അത് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും ഈ അപ്രോച്ചിലൂടെ എനിക്ക് ആൻസർ കിട്ടുന്നുണ്ട്. ചിലപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് അതിൻ്റെ ഡയറക്റ്റ് ആൻസർ കിട്ടുന്നുണ്ടാവില്ല. അപ്പോൾ നമ്മുടെ മൈൻഡിലൂടെ പല തോട്ട്സിലൂടെ ആയിക്കാരം നമ്മൾ കറക്റ്റ് ആൻസറിലേക്ക് എത്തിയിട്ടുണ്ടാവുക. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് അത് നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസിലും അത് അപ്ലൈ ചെയ്തിട്ട് ശരിയാവുന്നുണ്ടോ എന്നുള്ളതൊക്കെ നോക്കുക. പ്രത്യേകിച്ച് എലിമിനേഷൻ മെത്തേഡൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. എലിമിനേഷൻ മെത്തേഡാണ് ഇതിൻ്റെ ഏറ്റവും കീ എന്ന് പറയുന്നത്. കാരണം നമുക്ക് ക്വസ്റ്റ്യനും ആൻസറും തന്നിട്ടുണ്ട്. അപ്പം അത് നമുക്ക് ഡയറക്റ്റ് ആൻസർ അറിയില്ലെങ്കിൽ പോലും നമുക്ക് എലിമിനേഷൻ മെത്തേഡ് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കൂടുതൽ ആൻസർ ചെയ്യാൻ പറ്റും എന്നുള്ളത്. പ്രത്യേകിച്ച് നമുക്ക് ഒരു 40 ക്വസ്റ്റ്യൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ ഒരു 10 ക്വസ്റ്റ്യൻസോളൊക്കെ നമുക്ക് എലിമിനേഷൻ മെത്തേഡിലൂടെയൊക്കെ ഇക്കാരം നമ്മൾ എത്തുണ്ടാവും. അല്ലാതെ നമുക്ക് ഡയറക്റ്റ്ലി അതിൻ്റെ ആൻസർ എത്താൻ പറ്റുന്നുണ്ടാവില്ല. ഡയറക്റ്റ് മീൻസ് എലിമിനേഷൻ മെത്തേഡിലൂടെ നമുക്ക് കറക്റ്റ് ആൻസർക്ക് തന്നെ എത്താൻ പറ്റും. രണ്ട് കൺഫ്യൂഷൻ വരുന്ന രൂപത്തിലല്ലാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ എലിമിനേഷൻ മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ,
പിന്നെ വരുന്നതാണ് ടൈം മാനേജ്മെന്റ്. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്ക് പേഴ്സണലി നല്ല അനുഭവമുള്ളതാണ് ടൈം മാനേജ്മെന്റ് എന്നുള്ളത്. പ്രത്യേകിച്ച് പേപ്പർ 1ന്റെ കേസിൽ. പേപ്പർ 1ൽ ഡാറ്റയും മാത്സും, ലോജിക്കിന് അത്ര ടൈം വരില്ല, എന്നാൽ പോലും ലോജിക്കും ഈ 3 ടൈം വരാറ്. അപ്പോൾ ഈ 3 ടോപ്പിക്സും നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞ പോലെ ഫസ്റ്റ് എന്ത് ചെയ്യുക, പേപ്പർ 2 എന്ത് ചെയ്യുക, കറക്റ്റ് ആൻസർ ചെയ്ത് പോവുക. അങ്ങനെ മുമ്പത്തേക്ക് ഒരു മണിക്കൂർ ആകുമ്പോഴത്തേന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു 3/4 മണിക്കൂർ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അറിയുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഈസിലി എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്ത് പോകാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് നമ്മൾ പേപ്പർ 2ലേക്ക് വരുമ്പോൾ, അല്ല പേപ്പർ 1ലേക്ക് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അതേപോലെ തന്നെ ഡാറ്റ ഒഴിവാക്കുക. ഡാറ്റ ഫസ്റ്റ് ചെയ്യരുത് ഒരിക്കലും. ഡാറ്റ അല്ലാത്ത ക്വസ്റ്റ്യൻസ് നമ്മൾ അങ്ങനെ ചെയ്ത് പോവുക. അതിൽ മാത്സ് വരുമ്പോൾ എന്ത് ചെയ്യുക, നമുക്ക് കിട്ടുന്ന ഉറപ്പുള്ള മാത്സ് ആണെങ്കിൽ അപ്പം തന്നെ ചെയ്ത് വിചാരിച്ച് കുഴപ്പമില്ല. അപ്പോൾ പ്രത്യേകിച്ച് കോഡിംഗ് ഒക്കെ നമുക്ക് അപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഈ കാര്യം, ചിലപ്പോൾ നമ്പർ സീരീസ് ഒക്കെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ കിട്ടണമായിരിക്കും. അങ്ങനത്തെ ഒക്കെ ആണെങ്കിൽ അപ്പം തന്നെ ചെയ്ത് പോവുക. അല്ലാതെ ടൈം ആൻഡ് ഡിസ്റ്റൻസ്, അതേപോലെ തന്നെ വർക്ക്, ഇങ്ങനത്തെ ഒക്കെ ചിലപ്പോൾ ചില നല്ല ടഫ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അങ്ങനത്തെ ആണെങ്കിൽ അതും നമ്മൾ നല്ല ടൈം മിസ്സാവും. അതും ചെയ്യാതെ നമ്മൾ എന്ത് ചെയ്യുക, മൊത്തം ചെയ്തിട്ട് പിന്നെ നമ്മൾ കോംപ്രഹെൻഷൻ ചെയ്തിട്ട് ഏതൊക്കെ വരാൻ പാടുള്ളൂ, നമ്മൾ ഡാറ്റയ്ക്കാണെങ്കിലും മാത്സ് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിലും വരാൻ പാടുള്ളൂ. ഞാൻ പറയാൻ കാരണം വെച്ചാൽ, ഈ കോംപ്രഹെൻഷൻ എന്ന് പറഞ്ഞാൽ ഈസി ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ വായിച്ചാൽ നമുക്ക് കിട്ടുന്ന ആൻസർ ആയിക്കാരം, അത് നമ്മൾ മിസ് ചെയ്യരുത്. അത് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഡാറ്റയിലേക്കും അതേപോലെ തന്നെ ഇതിലേക്കും വരാൻ പറ്റുള്ളൂ. എന്നിട്ട് നമ്മൾ വരുമ്പോൾ തന്നെ നമുക്ക് ഡാറ്റയും അതേപോലെ തന്നെ മാത്സും ചെയ്യാനുള്ള ടൈമും ഉണ്ടാവും. അത് നമുക്ക് ഈസിലി അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഇക്കാരം. അപ്പം നമ്മളൊന്ന് ജസ്റ്റ് നമ്മൾ വർക്ക് ചെയ്തതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിലും സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ളത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ടൈമിന്റെ ഇഷ്യൂ വരില്ല. അല്ലാതെ പ്രശ്നം വരികയെന്ന് വെച്ചാൽ, നമ്മൾ ഡാറ്റയിലും ഇതിലൊക്കെ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ടൈം പോവുകയും ചെയ്യും. ഒരു അരമണിക്കൂർ 3/4 മണിക്കൂറൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നെർവസ് ആവും. നമുക്ക് നല്ല രൂപത്തിൽ ആ ടെസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാനും പറ്റില്ല. പിന്നെ പേപ്പർ 2 ഒക്കെ ആണെങ്കിൽ നോക്കേണ്ടി വരില്ല. നമ്മളങ്ങനെ ജസ്റ്റ് വായിച്ചിട്ട് പോകും. നമ്മളൊരു ഐഡിയയിലുള്ള നമുക്ക് എങ്ങനെയാണോ ആൻസർ കൃത്യമായിട്ട് തോന്നുന്നതിലേക്ക് എത്താൻ നമുക്ക് ടൈം കിട്ടൂല. അപ്പം അതൊന്ന് നോക്കട്ടോ. പിന്നെ അതേപോലെ തന്നെ പേ അറ്റൻഷൻ ടു ഹൈ വെയിറ്റേജ് ടോപ്പിക്സ് എന്നുള്ളത്. അഥവാ ഹൈ വെയിറ്റേജ് ടോപ്പിക്സ് എന്ന് പറഞ്ഞപ്പം ഇതാണിത്. ഒന്ന് ഡാറ്റ, അതേപോലെ തന്നെ ഈ ലോജിക്കൽ റീസണിങ്, മാത്സ്, ഇതിൽ നമ്മൾ നല്ല സ്കോർ ചെയ്യാൻ നോക്കുക. കാരണം ഇത് എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ളതാണ്. അപ്പോൾ അതിൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റിയത് ഭയങ്കര അഡ്വാൻറ്റേജ് ആണ് നമുക്ക്. പ്രത്യേകിച്ച് ഈ ജെആർഎഫ് എന്നുള്ളത് നമുക്ക് കമ്പാരിറ്റീവ്ലി ആണ് എന്ത് ചെയ്യുന്നത്, ജെആർഎഫ് വരുന്നത്. മറ്റുള്ളവരെ കൊണ്ട് നമ്മൾ സ്കോർ ചെയ്താലേ നമുക്ക് ജെആർഎഫ് കിട്ടുള്ളൂ, അല്ലാതെ എത്ര സ്കോർ ചെയ്താലും എന്നല്ലല്ലോ. അപ്പം മറ്റുള്ളവർക്ക് നമ്മൾ എപ്പോഴും സ്കോർ ചെയ്യാൻ പറ്റുന്ന 3 ടോപ്പിക്സ് ആണ് എന്ത്, ഡാറ്റ, ലോജിക്കൽ റീസണിങ്, അതേപോലെ തന്നെ ഈ മാത്തമാറ്റിക്കൽ റീസണിങ് എന്നുള്ളത്. പിന്നെ അതേപോലെ തന്നെ മേക്ക് ഷുവർ ദാറ്റ് യു ആർ സ്കോറിങ് 80% മാർക്ക് ഇൻ ഈച്ച് ടെസ്റ്റ് എന്നുള്ളത്. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഫസ്റ്റ് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് 80% ശരിയാക്കാൻ പറ്റിക്കോളന്നില്ല. അഥവാ നമ്മൾ 50 ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ 40 ക്വസ്റ്റ്യൻസ് റെഡി ആകുമ്പോഴാണ് 80% റെഡി ആവുന്നത്. അഥവാ നമുക്ക് 80 മാർക്ക് കിട്ടുക. അപ്പോൾ ഈവൻ നമ്മളൊരു 10 ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ 80% എന്ത് ചെയ്യുക, ശരിയാവുണ്ടോ നോക്കുക. ഫസ്റ്റ് ഒക്കെ ചിലപ്പോൾ 50%, 5 ക്വസ്റ്റ്യൻസ് ഒക്കെ കാരണം റെഡി ആവുണ്ടാവുക 10 ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ. പക്ഷെ നമ്മൾ പതുക്കെ എന്ത് ചെയ്യണം, നമ്മൾ എക്സാം ആകുമ്പോഴത്തേന് നമ്മളൊരു കാപ്പബിലിറ്റി എന്ത് ചെയ്യണം, നമ്മൾ 80% എത്തിക്കണം. അത് നമ്മൾ നോക്കിയിട്ട് തന്നെ പോകണം. നമ്മൾ ഒരു PYQ എടുത്ത് നമ്മളിപ്പം നമ്മൾ മോക്ക് ടെസ്റ്റിന് പകരം PYQ ആണ് ചെയ്യുമ്പോൾ, ഒരു PYQ ഒരു വർഷത്തിന് ഒരു ടെസ്റ്റ് ഒരു സബ്ജക്റ്റിന് നമ്മൾ ചെയ്യുന്ന സമയത്ത് ആ 50 ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ട് എത്ര ശരിയായി, എത്ര തെറ്റി, അത് എത്ര പെർസെൻറ്റേജിൻ്റെ റെഡിയായി, അഥവാ 50 ചെയ്ത് അപ്പം 40 അല്ലെങ്കിൽ 25 30 ശരിയായത്. 30 ശരിയാണെങ്കിൽ 40 ക്വസ്റ്റ്യനിലേക്ക് എത്തണമെങ്കിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻസിന് ഞാൻ ഫോക്കസ് ചെയ്യണം, അങ്ങനെ തന്നെ നോക്കി പോവുക. ഓക്കെ, അതാണ് 80% എന്നുള്ള എല്ലാ ടെസ്റ്റിലും എന്ത് ചെയ്യുക, നമ്മൾ ഫസ്റ്റിക്കല്ല ഞാൻ ഉദ്ദേശിച്ചത്, എക്സാം അടുപ്പിച്ച് നോക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും 80% എത്താൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് ഒന്ന് എൻഷുർ ചെയ്യുക കേട്ടോ. പിന്നെ റിവൈസ് എഗെയിൻ ആൻഡ് എഗെയിൻ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റിവൈസിങ് എന്നുള്ളത് പ്രത്യേകിച്ച് ഒരുപാട് നമുക്ക് പഠിക്കാനുള്ളതാണ്. ഇപ്പൊ മാത്സും ഇങ്ങനത്തെ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചെയ്താൽ തന്നെ റെഡി ആവും, ഡിഫറെന്റ് ക്വസ്റ്റ്യൻസ്. പക്ഷേ ബാക്കി ടോപ്പിക്സിൽ നമ്മൾ കണ്ടന്റ് തന്നെ എന്ത് ചെയ്യണം, റിവൈസ് ചെയ്ത് തന്നെ പഠിക്കണം. ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, റിവിഷൻ മാറ്റി വെച്ചിട്ട് വെറും സിലബസ് കവർ ചെയ്ത് പോകരുത്. സിലബസ് കവർ ചെയ്തിട്ട് നമ്മൾ നോട്ട് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് റിവൈസ് ചെയ്ത് കൊടുക്കുക. നമ്മൾ എന്തായാലും മറക്കും. കാരണം നമ്മളൊരു ലോങ് പ്രിപ്പറേഷൻ ഒക്കെ ആകുമ്പോൾ 2-3 മാസമൊക്കെ ആകുമ്പോൾ നമ്മൾ ആദ്യം പഠിച്ചത് മറക്കും. അതെല്ലാവരും മറക്കണം തന്നെയാണ്, നമ്മൾ മാത്രമാണെന്ന് വിചാരിക്കരുത്. നമ്മൾ മറക്കുന്ന ഒരു തെറ്റാണെന്ന് തോന്നരുത്. നമ്മൾ റിവൈസ് ചെയ്താലും അത് ഓട്ടോമാറ്റിക്കലി നമുക്ക് നമ്മൾ ഇനി മറന്നാൽ നമുക്കത് ഓട്ടോമാറ്റിക്കലി നമുക്ക് വരും. ഇവൻ നമുക്ക് ചിലപ്പം മൊത്തമായിട്ട് മനസ്സിലായിട്ടില്ലെങ്കിലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന രൂപത്തിലേക്ക് ആ റിവിഷൻ നല്ല ഉപകാരപ്പെടുന്നുള്ളത് തന്നെയാണ്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാനുള്ളത്. ഇനി അധികമൊന്നുമില്ല. അപ്പം ഇതിലെവിടെയെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചാൽ നല്ലതായിരുന്നു കേട്ടോ. ക്ലിയർ ആണോ പറഞ്ഞത്? ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ. ആർക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ ചാറ്റിൽ ചോദിച്ചാലും മതി.
ആർക്കും ഡൗട്ട് ഇല്ലേ? ഞാൻ ഇതിൽ ഏത് ബുക്കാ വായിക്കേണ്ട അങ്ങനെ പറയണില്ല കേട്ടോ. കാരണം ബുക്സ് ഒന്നും വായിക്കുന്നതിന് ഇപ്പൊ ആർക്കും ഒരു പരിമിതി ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നത്. കണ്ടന്റിന് ഇപ്പൊ ഒരു ഇതുമില്ല, എന്ത് ക്ഷാമമില്ല. അത്യാവശ്യം കണ്ടന്റ് എല്ലായിടത്തും കിട്ടുന്നതാണ്. അപ്പം നമ്മൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതാണ്. നമുക്ക് എങ്ങനെ മാക്സിമം കണ്ടന്റ്, ഈവൻ കണ്ടന്റ് നമ്മൾ എടുത്തില്ലെങ്കിൽ പോലും ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് എങ്ങനെ എത്തിപ്പെടാം എന്നുള്ളതാണ് ഞാൻ ജസ്റ്റ് എലാബറേറ്റ് ചെയ്തത്. അപ്പം ആർക്കും ഡൗട്ട് ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാൻ തോന്നുന്നുണ്ട്. ഓക്കെ, എന്നാൽ നമുക്ക് സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഓൾ.